You want an authentic answer, അല്ലേ? For sure. അല്ലേ? I don't want to talk about it. ഏറ്റവും ഒരു പേടി എന്തിനോടാണ് കൂടുതൽ? The fear of giving up on myself. ഓക്കെ. അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. ബൈ ദ വേ, എൻ്റെ മാധവൻ മരിച്ചു. അയ്യോ. ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല ദ ഫിയർ ഓഫ് ലൂസിങ് എ ലവ്ഡ് വൺ. ഇതിനെക്കാട്ടും വലിയൊരു പെയിൻ എനിക്ക് ഉണ്ടാവില്ല. ഇനി ഗായത്രി, നീ എന്താ നിന്റെ ലൈഫ് വെച്ച് കാണിക്കണം? എനിക്ക് പേടിയാവുന്നുണ്ട് നീ പോണ കണ്ടിട്ട്. അമ്മയുടെ മെയിൻ ഡയലോഗ് അത്, എനിക്ക് പേടിയാവുന്നുണ്ട് ഗായത്രി നിന്നെ പോക്ക്. തിരിച്ചെന്ത് പറയുന്നത്? ഞാൻ മൈൻഡ് ചെയ്യില്ല, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നടക്കും. ദൈവമേ, ഞാൻ ഒറ്റയ്ക്കാവോ? ഒറ്റയ്ക്കായ എന്താവും ദൈവമേ? കുറെ കാലം കഴിഞ്ഞാലൊക്കെ ആരുണ്ടാവുക കൂട്ട് എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി രണ്ടിലും ഉണ്ട്. ഇപ്പൊ കല്യാണത്തിലായാലും പെയിൻ ആൻഡ് പ്ലഷർ ഉണ്ട്, ബീങ് അലോണിലും ഉണ്ട് പെയിൻ ആൻഡ് പ്ലഷർ. വിച്ച് വൺ ഡു യു വാണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇത് നോക്കിയപ്പോ എനിക്ക് കുറച്ചുകൂടി താല്പര്യം ഇതാണ്. പക്ഷെ കുറെ നാള് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ആണ് ഞാൻ അത് എവിടെ വെച്ചിട്ടാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, അവിടെ കുറെ വന്നിട്ടുണ്ട് ആള്. വീടിന്റെ ഫ്രണ്ടിലിരിക്കുക, വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കോഫി ഷോപ്പിൽ നിൽക്കുക. അതെ അതെ, അച്ഛൻ വന്ന് പറഞ്ഞാലും പോവാതിരിക്കുക. പക്ഷെ അച്ഛന് ഭയങ്കര എതിർപ്പായിരുന്നു സിനിമ ഇൻഡസ്ട്രീനെ കുറിച്ച്. അങ്ങനെയാണല്ലോ നമ്മൾ കേൾക്കണത്. അപ്പോ പക്ഷെ എന്നാലും അച്ഛൻ ജമുനാപ്യാരി വന്നപ്പോ ഇനി അച്ഛൻ മനസ്സിലായി, ഇനി നമ്മൾ തടഞ്ഞു നിർത്തിയിട്ട് കാര്യമില്ല, നമ്മൾ കൂടെ നിൽക്കുക നല്ലത് എന്നുള്ളത്. ഹലോ, ഹായ്. യെസ്, അപ്പം നമ്മളുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിലെ ദ ഗസ്റ്റ് എന്ന് പറയുന്നത്, ഷീസ് വെരി എനർജറ്റിക്, ഷീസ് പെപ്പി, ഷീസ് ബ്യൂട്ടിഫുൾ, സെയിം ടൈം ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഈവൻ നമ്മൾ ഇൻ്റർവ്യൂവിൽ നോക്കുവാണെങ്കിൽ അത് കാണാൻ ഭയങ്കര രസമാണ്, സംസാരിക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് പോഡ്കാസ്റ്റിൽ ഇപ്പോൾ നമ്മുടെ കൂടുതലിരിക്കുന്നത് ഗായത്രി. ഹലോ. ഹലോ ശംഭു ചേട്ടാ, എന്തുണ്ട് വിശേഷങ്ങൾ? സത്യം, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്നുള്ളതിൽ പറയൂ. പിന്നെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നന്നായി പോണു, നല്ല അടിപൊളിയായിട്ട് പോണു. ഹാപ്പി ആൻഡ് പോസിറ്റീവ്. ലൈഫ് ജിങ്കാലാല ആണ്. പക്ഷേ ഓൾവേസ് യു നോ ട്രൈങ് ടു ഇംപ്രൂവ്, trying to be better. Okay. അങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പക്ഷെ അതിനെ മാക്സിമം ജിങ്കാലാലെ ആക്കാൻ ട്രൈ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഗായത്രി. Yes, of course. ആണല്ലേ? അത് സ്വന്തം എഫേർട്ട് കൊണ്ടാണോ അതോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്രണ്ട്സ് കൊണ്ടാണോ? എങ്ങനെയാ അത്? സ്വന്തം എഫേർട്ടും ഉണ്ട്, എക്സ്റ്റേണൽ ഹെൽപ്പും ഉണ്ട്. അല്ലാതെ സ്വന്തം മാത്രം നമുക്ക് പറ്റില്ല. നമുക്ക് അതിനാണല്ലോ ഇത്രയും ആൾക്കാർ പുറത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അതൊക്കെ എടുക്കാറുണ്ട് എന്തായാലും. യെസ്. പക്ഷെ എല്ലാത്തിനെയും ഒരു പോസിറ്റിവിറ്റിയിലോട് കൂടി കാണാൻ ട്രൈ ചെയ്യുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അതെ, പക്ഷെ ഉള്ള കാര്യം ഇതുണ്ട് മനസ്സിലാക്കണം. പക്ഷെ എന്നാ പോസിറ്റീവിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അല്ല ചേട്ടാ, ചേട്ടൻ എന്താ? കറക്റ്റാണ്. ഈവൻ എനിക്ക് തോന്നുന്നു ഇപ്പം ഗായത്രിയുടെ ഇപ്പം ഇൻ്റർവ്യൂ ആണെങ്കിലും എന്തെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ ഫസ്റ്റ് ഞാൻ ഓർക്കുന്നുണ്ട് ചില നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് പിന്നെ ആ നെഗറ്റീവ് എന്നുള്ള സംഭവം പോസിറ്റീവിലേക്ക് ഷീസ് പാവം, ജെനുവിൻ ഇല്ലേ? ശരിയല്ലേ? അങ്ങനെയുള്ള കമൻറ്റ്. ആ ട്രാൻസിഷനിൽ എത്രത്തോളം ഹാപ്പിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്തിട്ടില്ലേ? ആദ്യമൊക്കെ ആൾക്കാർ കമൻറ്റും പിന്നെ ഇപ്പോൾ അതിൻ്റെ ആ ഒരു മാറ്റം. അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിനൊക്കെ ഒരു ഫലം ഉണ്ടായില്ലോ എന്നുള്ള, ആൾക്കാർ നമ്മളെ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര സന്തോഷമുണ്ട്. അത് പോവരുതേ എന്നും പ്രാർത്ഥനയുണ്ട്. അത് കളയരുതേ എന്നല്ലേ? അതായത് റിയൽ മീ എന്താണ് അത് ആൾക്കാർ മനസ്സിലാക്കി എന്നുള്ളൊരു സംഭവം, റിയൽ എന്താണെന്നുള്ളത്. ശരിക്കും ഈ ഫസ്റ്റ് തന്നെ ഒരു ആക്ട്രസ് ആകണം എന്നുള്ളൊരു പരിപാടിയിൽ അല്ലല്ലോ. ഐ മീൻ യുവർ മോഡലായിരുന്നു, പക്ഷെ വീട്ടിൽ സമ്മതിച്ചിട്ടില്ലായിരുന്നു. മൈൻഡിൽ ആഗ്രഹം ഉണ്ടല്ലോ, അച്ഛനാന്ന് തോന്നുന്നു സമ്മതിക്കാതിരുന്നത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ. അതെങ്ങനെയാണ്? എൻ്റെ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് പറയുകയാണെങ്കിൽ, ഗായത്രീനെ അറിയാവുന്ന പലർക്കും അറിയാമായിരിക്കും, എങ്കിലും വളരെ ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആക്ട്രസ് ആവണം തന്നെയായിരുന്നു. പണ്ട് തൊട്ടേ ആക്ട്രസ് ആവണം, വേറൊന്നും. പക്ഷെ നടക്കൂന്ന് അറിയില്ല, കാരണം വീട്ടിലൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, അങ്ങനെയൊക്കെ നോക്കും. ഇത് ഏത് സ്റ്റാൻഡേർഡ്? ഇത് ഞാൻ പണ്ട് തൊട്ടേ സിനിമകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമയ്ക്ക് പോവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ്. അപ്പോൾ അന്നൊട്ടേ എനിക്കുണ്ട്. പക്ഷെ അന്നൊക്കെ പറയും, അയ്യോ സിനിമയിൽ നമുക്ക് പറ്റില്ല എന്ന്. പക്ഷെ എന്നാലും അത് മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും, ഇല്ല അൾട്ടിമേറ്റ്ലി ഞാൻ സിനിമയിൽ തന്നെ ആയിരിക്കും വരിക. അതെ, ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛന് ഭയങ്കര എതിർപ്പായിരുന്നു സിനിമ ഇൻഡസ്ട്രീനെ കുറിച്ച്. അങ്ങനെയാണല്ലോ നമ്മൾ കേൾക്കണത്. അപ്പോൾ പക്ഷെ എന്നാലും അച്ഛൻ ജമുനാപ്യാരി വന്നപ്പോൾ ഇനി അച്ഛന് മനസ്സിലായി, ഇനി
നമ്മൾ തടഞ്ഞു നിർത്തിയിട്ട് കാര്യമില്ല. അതെ. നമ്മൾ കൂടെ നിൽക്കുക നല്ലത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ നിന്ന് ആ ഒരു ആഗ്രഹം വന്നു. ആ പിന്നെ പിന്നെ എങ്ങനെയായിരുന്നു അതിൻ്റെ സ്കൂളിൽ ആക്റ്റീവ് സ്റ്റുഡൻ്റ് ആയിരുന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മോണോ ആക്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, കലയോട് അല്ലെ ഡാൻസ്, യുവർ ഡാൻസർ ഓൾസോ, അതെങ്ങനെയായിരുന്നു സ്കൂളിൽ നിന്ന്? പിന്നെ സ്കൂളിൽ കോ കരിക്കുലർ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ മെയിൻ അതാണെന്നല്ലേ? അല്ലല്ല, ഞാൻ പഠിക്കാറുണ്ട്. ഭയങ്കര പഠിപ്പിച്ചില്ലെങ്കിലും ആവറേജ് ആവറേജും അല്ല, എബവ് ആവറേജ് ആയിരുന്നു. എനിക്ക് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. ശരി, ഗുഡ് ഗുഡ്. യെസ്, അത്. പക്ഷെ എന്നാലും സ്പോർട്സ്, ഡാൻസ്, മ്യൂസിക്, ഇതൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പഠിത്തമുണ്ട്, അത്യാവശ്യം ഈ കലയുണ്ട്. ചില ടീച്ചേഴ്സിന് ഇഷ്ടമായിരുന്നു, ചില ടീച്ചേഴ്സിന് ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമുള്ള ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇഷ്ടമില്ലാത്ത ടീച്ചേഴ്സും ഭയങ്കര കുറുമ്പായിരുന്നേ. അപ്പൊ അതിന്റെ ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടാവും. ഭയങ്കര ഇങ്ങനെ ആക്റ്റീവ് എന്നെ സ്റ്റുഡന്റ് വെഗ്ലിന്ന് വിളിക്കുക. സ്കൂൾ ടീച്ചേഴ്സും വീട്ടിലൊക്കെ വെഗ്ലിന്ന് വിളിക്കുക. അങ്ങനെ വെഗ്ലിയായ ആ കുട്ടി Yes. ഇതിനോടെല്ലാം ഇഷ്ടപ്പെട്ട് പല കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ആയി. പിന്നെ സ്കൂളിൽ ഓരോ ക്ലാസ്സുകൾ കഴിഞ്ഞ് വന്നു. ദെൻ കോളേജ് വിമല കോളേജിലായിരുന്നു, തൃശ്ശൂര്. അത് പക്ഷെ ലേഡീസ് ഓൺലി കോളേജ് ആയിരുന്നു. അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ നന്നായി. കാരണം ലേഡീസ് ഓൺലി ആകുമ്പോ നമ്മളാണല്ലോ അവിടുത്തെ രാജാക്കന്മാർ, മെയിൻ ടീം ഗാങ്സ്റ്റർ ടീം. അപ്പൊ അതിന്റെ ഒരു പവർ ഉണ്ടായിരുന്നു. അത് പവർ ഉണ്ട്. ഓക്കെ. 10th കഴിഞ്ഞപ്പോൾ മൈൻഡിലുണ്ടായിരുന്നു 12th പോകുമ്പോൾ അല്ലെ +1 +2 സ്റ്റാർട്ട് ചെയ്യുമ്പം 10th വരെ ആകുമ്പോൾ എല്ലാവരും പറയും മക്കളെ 10th ക്ലാസ്സാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. +2 ആകുമ്പോൾ പറയും മക്കളെ +2 ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ. ഡിഗ്രി ആകുമ്പോൾ പറയും ഡിഗ്രിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ. PG ആകുമ്പോൾ PG ആവുന്നു. അപ്പോൾ 10th ക്ലാസ്സിലായിരുന്നു. 10 കഴിയുമ്പോൾ ഒരു ഫ്രീഡം എന്നുള്ളൊരു സംഭവം എല്ലാ പിള്ളേരുടെയും പരിപാടിയായിരുന്നല്ലോ. അതുണ്ടായിരുന്നോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ വലിയ രസമായിരുന്നു. 10th ഈ പറയുന്ന പോലെ 10th ആവുമ്പോൾ ബോർഡ്സ്, 12th ആവുമ്പോൾ ബോർഡ്സ്. പക്ഷെ ഇതൊക്കെ അങ്ങനെ കടന്നു പോയി എന്ന് മാത്രം. കൊമേഴ്സും കൂടെ ആയിരുന്നു. കൊമേഴ്സ് ആയിരുന്നു. അക്കൗണ്ടൻസി, ലെഡ്ജർ ജേർണൽ, പെറ്റി ക്യാഷ് ബുക്ക്, റീകൺസിലിയേഷൻ, അയ്യോ റിയലൈസേഷൻ. അതെ, റിയലൈസേഷൻ അക്കൗണ്ട്. വാട്ട് ഈസ് അക്കൗണ്ടൻസി? അതിനൊരു ശരിക്കും ഡെഫിനിഷൻ ഉണ്ടല്ലേ? അറിയാം. ഓർമ്മയില്ല. Accountancy is an art of recording, classifying, summarizing. എല്ലാവർക്കും ഇതാണല്ലേ? എല്ലാവർക്കും ഇതാല്ലേ? ഓഫ് കോഴ്സ്, എല്ലാവർക്കും സെയിം ഡെഫിനേഷൻ അല്ലേ? അങ്ങനെയുണ്ടോ? പിന്നെ ഓരോ അങ്ങനെ ഇല്ല അല്ലേ? ഈസ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ ടേംസ് ഓഫ് അങ്ങനെ എന്തോ സംതിങ്. ഈ തിയറി മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടൻസി. പിന്നെ അത് വരയ്ക്കും പിടിക്കുകയൊക്കെ ഇല്ല. അതൊക്കെ എളുപ്പമായിരുന്നു. എനിക്ക് അക്കൗണ്ടൻസി ടഫായിരുന്നു. എനിക്ക് കുറച്ചുകൂടി കാണാപ്പാടം പഠിക്കണ ബിസിനസ്സും അല്ലേ? ആണോ? എക്കണോമിക്സ് പറ്റുമായിരുന്നു. എക്കണോമിക്സ് കുഴപ്പമില്ല, കാരണം തിയറി ഉണ്ടായിരുന്നു. അതെ, തിയറി ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലാവും മറ്റേ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അതൊക്കെ നമുക്ക് മനസ്സിലാവും. കുഴപ്പമില്ല അല്ലേ? അതെ, മറ്റേ ഇത് വരയ്ക്കുന്നതും അത്യാവശ്യം കുഴപ്പമില്ല. അക്കൗണ്ടൻസി പാസ്സായെന്ന് പെറ്റി ക്യാഷ് ബുക്ക് ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നു. പിന്നെ മാത്സ് ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു എനിക്ക്. ഞാൻ മാത്സ് ആയിരുന്നില്ല, ഞാൻ സാൻസ്ക്രിറ്റ്. അല്ല, 10 വരെ മാത്സ് ഇല്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ അത് ഞാൻ എങ്ങനെയോ കടന്ന് കൂടി. പക്ഷെ എനിക്ക് ചില കുട്ടികളുണ്ട് ഇതിൽ ഭയങ്കര നാക്കുള്ളത്. എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അങ്ങനെ. ഇതെങ്ങനെ ഒരു പ്രോബ്ലം ഇട്ട് കൊടുക്കുമ്പോഴേക്കും അപ്പോഴേക്കും സോൾവ് ചെയ്ത് കാണിച്ചു കൊടുക്കണത് ഒരിക്കലും മനസ്സിലാവണില്ല ഇതെങ്ങനെയാണ്. ടീച്ചർ കണ്ടുപിടിക്കുന്നതിന് മുമ്പും അവര് കണ്ടുപിടിച്ചു. സർ, ദ ആൻസർ ഈസ് 3.3 3:1 എന്നൊക്കെ പറഞ്ഞു. ട്രിഗ്നോമെട്രി, സൈൻ തീറ്റ അനിയനാണ് കോസ് ജോമെട്രി. അതെ, സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ എനിക്ക് ഇതുവരെ എന്താണ് അങ്ങനെ പറയാൻ പാടില്ല പഠിക്കുന്ന കുട്ടികൾ. പക്ഷെ ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഉപകാരം എവിടെയായിരിക്കും? കണക്ക് ടീച്ചർമാർക്ക് മാത്രമല്ല കണക്കൊണ്ട് ഉപകാരമുള്ളൂ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലടോ, അല്ല ചേട്ടാ, ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാന്ന് പറയണ ഇതിന്റെ പിന്നിലൊക്കെ എന്തോ വലിയ ഒരു ഇതുണ്ട് അല്ലേ? നമുക്ക് ഉപകാരമില്ലെങ്കിലും. അതെ, അത് മനസ്സിലാക്കുന്ന നാക്കുള്ള ആൾക്കാർക്കാണ് മാത്സ് കിട്ടുക അല്ലേ? പിന്നെ എഞ്ചിനീയേഴ്സിന് ഓഫ് കോഴ്സ് അല്ലേ? അപ്പൊ ഈ കണക്കറിയണവർക്ക് എന്തോ ഒരു സിദ്ധി ഉണ്ട്, അവർക്ക് അതിന്റെ എന്തോ ഒരു നാക്ക് കിട്ടുന്നുണ്ട്. മാത്സ് നന്നായിട്ട് അറിയാവുന്നവർ. അതെ. ഞാൻ അതിന്റെ 7 അയലോകത്തില്ലായിരുന്നു. ഞാൻ 14 അയലോകത്തും ഇല്ലായിരുന്നു. എനിക്ക് 83 ആയിരുന്നു. എനിക്ക് 25 ആയിരുന്നു. ഞാൻ തോറ്റു. 25 ജയിച്ചു. 4th. അയ്യോ, 4ാം ക്ലാസ്സിൽ 25 ടെസ്റ്റില് ഇല്ലല്ലോ, അത് തോക്കത്തില്ലല്ലോ. 10 വേണം ജയിക്കാൻ. 9 ഫൈൻ. 9.5 കിട്ടി കഴിഞ്ഞാൽ ഓക്കെയാ. എന്നാലും 9 എന്ന് പറഞ്ഞൊരു പ്രൗഡാ. തോറ്റതിൽ ഏറ്റവും മാർക്ക് കൂടുതലാ. അതെ, അത് ഞാൻ
ആർക്കും വിട്ടു അല്ലേ? എല്ലാരും നീ തോറ്റോ ഞാനും തോറ്റു, പക്ഷെ മാർക്ക് എത്ര ഉണ്ട്? 9 ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ആ ഒരു സാധനം പിന്നെ 25 അല്ലേ ഉള്ളൂ. ആ ശരിയാ. 50 വരുമ്പോ 18 ആ ഇതാവും, പക്ഷെ 9.5 ആണെങ്കിൽ ജയിക്കും. 9.5 ജയിക്കില്ലേ? ആ യെസ് 9.5. റൗണ്ട് ചെയ്ത് 10 ആക്കൂല്ലോ. യെസ്. ചിലരുണ്ടെന്നേ അടുത്തിരിക്കുന്നവർ 50 48 കിട്ടിക്കഴിഞ്ഞാലും പോയി ഈ കരയുന്ന ടീംസൊക്കെ. അയ്യോ. സത്യമല്ലേ? അതെ അതെ അതെ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ? ഉണ്ട്. അതെന്താ വെച്ചാൽ അവര് അത്രയും മാത്സിൽ അവർക്ക് അത്രയും ഇതുണ്ട്. അപ്പൊ എങ്ങാനെങ്കിലും തെറ്റ് വരുമ്പോ അതുണ്ടാവുന്ന വിഷമം. അതെ അതെ അതെ. വീട്ടിൽ വഴക്ക് പറയുന്നൊക്കെ പറഞ്ഞു. വീട്ടു വഴക്ക് പറയണതല്ല, അവർക്ക് തന്നെ അതുണ്ട്. അതുണ്ട്. ചില ആൾക്കാർക്ക് അതുണ്ട്. ആ വീട്ടിൽ നിന്നുള്ള പ്രഷറും കാര്യങ്ങളും. Yes. ഈ മാർക്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴേ ശരി, ഇപ്പോൾ കറൻ്റ്ലി നോക്കുമ്പോൾ ഇപ്പോൾ പാരൻസും പിള്ളേരും ഒക്കെ തന്നെ ഇപ്പോൾ മാർക്ക് ഇത്ര കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പ്രശ്നം അങ്ങനെയൊക്കെ അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, ഈ കമ്പാരിസൺ സംഭവങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ ആക്ച്വലി ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ കുറേ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പിള്ളേർക്കുള്ള അല്ലെങ്കിൽ പ്രോബ്ലംസ് അത് പാരൻസ് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട് അല്ലെ? അതിനെപ്പറ്റി ഈ ന്യൂസസ് കേൾക്കുമ്പോൾ വോട്ട് യു ഫീൽ ആക്ച്വലി ശരിക്കും ഗായത്രിക്ക്? എനിക്ക് തോന്നണത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇത്രയും സോഷ്യൽ മീഡിയയും ഇതൊക്കെ ഭയങ്കര ഇതുള്ളതുകൊണ്ട് കുട്ടികളെ നമുക്ക് അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം. അവർക്ക് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സംസാരിക്കണ കേട്ടാൽ തന്നെ നമ്മുടെ ഒരു ലെവലിലാണ് അവര് സംസാരിക്കണേ. അപ്പൊ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ള, കൂടെ നിന്ന് അവർക്ക് വേണ്ട രീതിയിൽ ആ നാക്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതേ. അതെ. പിന്നെ കുറെയൊക്കെ നമുക്കും അവരുടെ നിന്ന് പഠിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അവരുടെ ആ ഒരു ഇന്നസെൻസും അതൊക്കെ. ടെക്നോളജിയിലുള്ള മാറ്റങ്ങളും. അയ്യോ, ടെക്നോളജി എന്താ അറിവ് നമുക്ക് പോലും ഇല്ല. അതെ 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 ശരിക്കും അതൊക്കെ കണ്ടു പഠിക്കാവുന്ന തന്നെയാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ അവരെ മോൾഡ് ചെയ്യുന്ന രീതിയും അതും വളരെ അതെ, നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതെ. അപ്പൊ അത് അവർക്ക് നല്ലതായിരിക്കും. അപ്പൊ അവരും അതൊന്ന് ആലോചിക്കാൻ ശ്രമിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് ഭയങ്കര ചെറിയ കുട്ടികളല്ല, ഇപ്പോഴത്തെ ഈ ജെൻസിയും അവരും ഉണ്ടല്ലോ. ജെൻസി കിഡ്സ്. ഓക്കെ. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കസിൻസിൻ്റെ കൂടെയുള്ള അല്ല, അവരുമായിട്ട് വൈബ് ചെയ്യുമ്പോൾ അല്ലെ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു ഫീൽ എന്താണ് ആക്ച്വലി? അവർ ഈ പറയുന്ന പോലെ ഭയങ്കര ടെക് സാവിയാണ്. പിന്നെ എന്താ കിട്ടണേ ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ കുറെ വേർഡ്സ് ഒക്കെ പറയും ഇങ്ങനെ. പൂക്കി. അതെ അതെ. പിന്നെന്താ അങ്ങനെ കുറെ ഉണ്ടല്ലോ. എന്താ പറയാ, പീരിയഡ്, അതൊക്കെ നമ്മളും പറയും. ബെഞ്ചിങ്. അതെ അതെ. പിന്നെ എന്തൊക്കെയാ, വേറെ എന്തൊക്കെയാ? നമ്മൾ പറയുന്നത്. പക്ഷെ അവള് എന്താ അല്ല ഞാൻ പോയിട്ട് വരാം. പിന്നെ അങ്ങനെ കുറെ ഉണ്ടല്ലേ. പിന്നെ വരട്ടെ. പിന്നെ ഇതാണല്ലോ ലെറ്റേഴ്സ്. യെസ്. അതെ അതെ അതെ. ഇത് നമ്മുടെ കാലത്ത് ഇത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചു. അങ്ങനത്തെ ഒരു തോട്ട്സും ഇല്ല, ഒന്നുമില്ല. പക്ഷെ നമുക്കും ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അല്ലേ ഇപ്പം. പിന്നെ പിന്നെ അത് വളരെ നല്ല കാര്യമാണ്. അതെ അതെ. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ പോലെ. ചിരിക്കണേന് പകരം ലോൾ. അത് പിന്നെ പണ്ട് ലാഫ് ഔട്ട് ലൗഡ് ആ ഒരു സാർ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ, നമ്മൾ ഈ ഓർക്കുട്ട് യൂസ് ചെയ്തിട്ടില്ലേ? ഉണ്ടോ? ഉണ്ട്. അതിൽ സ്ക്രാപ്പ് അയക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, സ്ക്രാപ്സ്. അതിൽ മെസ്സേജ് നമ്മൾ ഒരാൾക്ക് അയക്കുമ്പം അത് എല്ലാവർക്കും കാണാം. അങ്ങനെയാണ്, ഒരാളുടെ ഇൻബോക്സ് എല്ലാവർക്കും കാണായിരുന്നു ഓർക്കുട്ടിൽ. ഓർക്കുട്ട് കഴിഞ്ഞാണല്ലോ ഫേസ്ബുക്ക് വന്നേ. അപ്പം ഈ ഓർക്കുട്ടിൽ നമ്മൾ അത് ഈ യാ എന്ന് പറയുന്നത് യപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നൊരു ടൈം അല്ലേ? യപ്പ്. അത് നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യായിരുന്നു. യപ്പ്. അതൊക്കെയാണല്ലോ ഭയങ്കര യോയോ. ഞാൻ ഉപയോഗിക്കുന്നത് യോയോ ആണ് കേട്ടോ. ഇപ്പോഴും ഞാൻ യോയോ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. രണ്ട് യോയോ എന്നുള്ള സംഭവമാണ് ഇപ്പോഴും ഉണ്ട്. പിന്നെയാണ് പിന്നെ ബ്രോ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു. എന്നാണ് ബ്രോ, ആ ഒരു സാധനം വന്നു. ഡൂഡ് അതൊക്കെ ഇപ്പോഴും ഉണ്ട് തോന്നുന്നു അല്ലേ? അതെല്ലാം ഉണ്ട്. അത് ആ എമർജ് ചെയ്ത ഒരു സമയം, ആ ഓർക്കുട്ടിനൊക്കെ ഒരു ടൈമാണെന്ന് തോന്നുന്നു. ഓക്കെ. അങ്ങനെ കോളേജിലെത്തി കഴിഞ്ഞിട്ടുള്ള ബാക്കി സീൻസ് പറയും. കോളേജിലെത്തി കഴിഞ്ഞിട്ട് എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. 8 പേരുടെ ഒരു ഗ്യാങ്. 9 പേരുടെ 9XM എന്നാണ് ഗ്യാങ്ങിന്റെ പേര്. 9XM ആ ചാനൽ വെച്ചിട്ടാണോ? മങ്ക 9XM അതുണ്ടായിരുന്നു വന്നപ്പോൾ. അല്ലല്ല, ഞങ്ങൾ 9 പേരായിരുന്നു. 9 എക്സ്ട്രീം മസ്തി. അങ്ങനെ ഇട്ടതാണ്. പിന്നെ ഞങ്ങൾ ബികോമേഴ്സ് ആയിരുന്നു. കോളേജിൽ അത്യാവശ്യം നല്ലൊരു ഗ്യാങ് ആയിരുന്നു. അങ്ങനെ
BA ലിറ്ററേച്ചറുകാരെ ഇതാക്കുക അങ്ങനെയല്ല. ഞങ്ങൾ രണ്ടുപേരും റൈവൽസ് ഒന്നുമല്ല. എന്നാലും ഒരു ചെറിയൊരു അതെ. ആറ്റിറ്റ്യൂഡ്. യാ പിന്നെ ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അവര് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് യൂത്ത് മറ്റേ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ മറ്റേ ഡി സോണിന് പോവും. ഓക്കെ അങ്ങനെ ചില സമയത്ത് ക്ലാസ് കട്ട് ചെയ്യാറുണ്ട്. ഓക്കെ യെസ്. ഓക്കെ അങ്ങനെ 9XM ഗ്രൂപ്പായി. ആ ഗ്രൂപ്പ് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ആ ഗ്രൂപ്പ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു നെക്സ്റ്റ്? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ബാങ്കിൽ പ്ലേസ്മെന്റ് കിട്ടി. ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ബാങ്കിൽ കിട്ടി ഞങ്ങൾക്കൊരു 3 പേർക്ക്. അങ്ങനെ ബാങ്കിൽ കയറി. പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്തപ്പം മൈൻഡിലുണ്ടായിരുന്നോ ഇതൊക്കെ ഞാൻ ക്രാക്ക് ചെയ്യും എന്നുള്ളത്? അതോ ഞാൻ ഒട്ടും എനിക്ക് വേണ്ടായിരുന്നു ബാങ്ക് ജോലി. പിന്നെ അച്ഛൻ പറഞ്ഞു MBAക്ക് പോകുമ്പോൾ ഒരു കൊല്ലൊക്കെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് നല്ലതാണല്ലോ. അപ്പൊ നോക്കി ശരി നല്ലൊരു ഐഡിയ ആണല്ലോ. വെറുതെ ഒന്ന് പോയി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതായിരിക്കും അത്. നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം എടുത്ത് അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വർക്ക്ഔട്ട് ആവില്ല. പക്ഷെ വളരെ നോർമൽ ആൻഡ് കാഷ്വൽ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്ക്ഔട്ട് ആവാം. ശരിയാണ്. അങ്ങനെ ട്രൈ ഔട്ട് ചെയ്തു. അതെ അതെ. അങ്ങനെ കയറി പ്ലേസ്മെന്റിൽ GD ഒക്കെ ക്രാക്ക് ചെയ്തു. ഡിസ്കഷൻ അല്ല, ഞങ്ങൾക്ക് ഇന്റർവ്യൂ ആണ്. പേഴ്സണൽ ഇന്റർവ്യൂ ആയിരുന്നു. പേഴ്സണൽ ഇന്റർവ്യൂ ഇരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഗായത്രി യു ആർ പ്ലേസ്ഡ്. I was placed in മൂവാറ്റുപുഴ regional office. പോസ്റ്റ് എന്തായിരുന്നു? ക്ലറിക്കൽ പോസ്റ്റ് കയറി. അപ്പോൾ അപ്പൻ്റെ മൈൻഡ് എങ്ങനെയായിരുന്നു? അല്ലെ അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛന് ഭയങ്കര പ്രൗഡായിരുന്നു. ലിറ്ററലി. അതെ അതെ അല്ലേ. ഇപ്പൊ ഇതാണല്ലോ ഭയങ്കര റെഗുലർ സാലറി ആണ്, സേഫ് ആണ്. പിന്നെ എനിക്ക് ദൂരേക്കൊന്നുമല്ല ട്രാൻസ്ഫർ കിട്ടിയത്, മൂവാറ്റുപുഴ തന്നെയാണ്. വന്നു പോവാം. ഞാൻ എല്ലാ ദിവസമൊക്കെ വന്നു പോവായിരുന്നു ബസ്സിൽ. ഭയങ്കര ഹോം സിക്കാ ഞാൻ, ഭയങ്കര. ശരിക്കും വീട്ടിൽ നിന്ന് മാറി നിൽക്കാനേ പറ്റാത്തൊരു ആളാണ്. എനിക്ക് ഇപ്പൊ എനിക്ക് മാറി നിൽക്കണം, കാരണം ഇത്രയും കാലമായിട്ട് ഞാൻ വീട്ടിലാണ് നിൽക്കണ്ടായിരുന്നേ. ഇനി എനിക്കൊന്ന് മാറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും 5 മണിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി മൂവാറ്റുപുഴ ബസ്സിൽ കയറും. മഞ്ഞപ്രയില് എന്റെ കൂടെ പഠിച്ച നിമിത്തയുടെ ബ്രാഞ്ച് ഉണ്ട്. അങ്ങോട്ട് അങ്കമാലി ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറും. ഞങ്ങൾ രണ്ടുപേരും കൂടി തൃശ്ശൂർക്ക് വന്ന് ഇവിടെ ഇറങ്ങും. എന്തെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വീട്ടിൽ പോകും. പിറ്റേ ദിവസം വീണ്ടും 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അവിടുന്ന്. അത് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ആ പറഞ്ഞതിന്റെ ആ ഒരു ഇത്. അതൊക്കെ വളരെ നല്ല കാലങ്ങളായിരുന്നു. എത്ര നാളപ്പോ അവിടെ വർക്ക് ചെയ്തു? ഞാൻ 1 കൊല്ലാണ് മൂവാറ്റുപുഴ റീജിയണൽ ഓഫീസിൽ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് എനിക്ക് ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. ഹെഡ് ഓഫീസിലേക്ക് കിട്ടി. ഓക്കെ. അപ്പം ആ ടൈമിലും മൈൻഡിൽ മൂവി തന്നെ ഉണ്ടായിരുന്നു? യെസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ മൂവാറ്റുപുഴ ബ്രാഞ്ച് റീജിയണൽ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് മിസ് കേരളയുടെ ആഡ് വന്നത്. അപ്പോൾ പറഞ്ഞു പിറ്റേ ദിവസം ഗ്രൂമിങ്ങിന് ജോയിൻ ചെയ്യണം എന്നാ പറഞ്ഞത്. പക്ഷേ വർക്ക് ഉള്ളപ്പോൾ എങ്ങനെ അത് പറ്റി? അത് ഞാൻ അപ്പോൾ എൻ്റെ GM ഉണ്ട് അവിടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ഇപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് നല്ല കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്ന ചില ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഹെഡ് ജോളി സെബാസ്റ്റ്യൻ സാറിനോട് പോയി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ പെറ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പൊക്കോളൂ വേഗം പൊക്കോളൂ, 5 മണിയുടെ ബസ് ഉണ്ട്, കയറിക്കോളോ. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് എല്ലാം ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് എന്തൊക്കെയാണ് വാങ്ങണ്ടേ വെച്ചാൽ വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം ഗ്രൂമിങ്ങിന് പോയി. അങ്ങനെയാണ് മിസ് കേരളയ്ക്ക് പോയി. അങ്ങനെ നെക്സ്റ്റ് ഡേ അതിനുവേണ്ടി പോയി. അവിടെ ചെല്ലുന്നു, മൈൻഡിൽ ഭയങ്കര ഹാപ്പിനെസ്. കാരണം ഓൾറെഡി ഓഫീസിൽ നിന്ന് അപ്രൂവ് ചെയ്തു. പ്ലസ് എൻ്റെ ഇഷ്ടം, അച്ഛൻ ഓൾറെഡി ഹാപ്പി. കാരണം ഒരു ഫിക്സഡ് ജോബ്, അതും ഇൻ ബാങ്ക്. പ്ലസ് യുവർ ഇഷ്ടം ഇപ്പൊ ഇതിലേക്ക് പോകുന്നു. അങ്ങനെ ഇത് വെരി ഹാപ്പി മൊമെന്റ് എന്ന് വേണം പറയാം. അങ്ങനെ ഗ്രൂമിങ്ങിന് പോയി. ദെൻ അപ്പൊ ഗ്രൂമിങ്ങിന് പോണത് തന്നെ എന്താ വെച്ചാൽ, മിസ് കേരളയ്ക്ക് പോണത് തന്നെ എന്താ വെച്ചാൽ, എങ്ങാനെങ്കിലും ജയിച്ചാൽ നമ്മുടെ ഫോട്ടോ ഇതിൽ വരുമല്ലോ, കവേഴ്സിൽ വരും. അപ്പൊ ആ സമയത്തൊക്കെ മിസ് കേരളയ്ക്ക് ജയിക്കണവർക്കൊക്കെ ഇങ്ങനെ നല്ലൊരു ഇതുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ, ചാൻസസ് ഉണ്ട്, ആൾക്കാർ നോക്കും. അപ്പൊ അങ്ങനെ പോയതാണ്. അതും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു, എൻട്രി. അതെ അതെ. ഓക്കെ. അങ്ങനെ അവിടെ ഗ്രൂമിങ്ങിന് പോയി. 8 ദിവസം ഗ്രൂമിങ് ഉണ്ടായിരുന്നു. 8 days ആയിരുന്നു കംപ്ലീറ്റ്. എന്നിട്ട് 9th day ഇതുണ്ടായിരുന്നു കോമ്പറ്റീഷൻ. ജയിച്ചു. എവിടെ വെച്ചിട്ടായിരുന്നു? അത് ആലപ്പുഴ കാമിലോട്ട് കൺവെൻഷൻ സെന്റർ അവിടെ വെച്ചിട്ട് ഫുൾ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത്. പിന്നെ 3 റൗണ്ട് ഉണ്ടായിരുന്നു. ഓരോ ട്രഡീഷണൽ റൗണ്ട്, ഗൗൺ റൗണ്ട്, പിന്നെ സാരി റൗണ്ട്. ഓക്കെ. അങ്ങനെ എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടല്ലോ. ഉണ്ട് ലാസ്റ്റ്. അത് ഭയങ്കരമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ? അത് 5 പേരെ സെലക്ട് ചെയ്യും, ഫൈനൽ 5. എന്നിട്ട് അവർക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും. നമ്മൾ 1 മിനിറ്റിൽ ആൻസർ എഴുതണം. ഓ അങ്ങനെ 1 മിനിറ്റിൽ ആൻസർ എഴുതണം. ഓക്കെ. അപ്പോൾ ഇത് ഓക്കെ റാമ്പ് ഓക്കെ ചെയ്തു. അപ്പോഴും മൈൻഡിൽ കോൺഫിഡൻ്റ് ആയിരുന്നോ, ലൈക്ക് ഞാൻ ഇത് ക്രാക്ക് ചെയ്യും എന്നുള്ളത്? അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഭാഗ്യത്തിന് ഫൈനൽ വന്നു. അതെ. ദെൻ ഫൈനലിൽ ആ ആൻസർ വളരെ നന്നായിട്ട് വന്നു, ഏകദേശം അങ്ങനെ ജയിച്ചു.
അപ്പോൾ എങ്ങനെയായിരുന്നു ആ അനൗൺസ്മെന്റ്, എങ്ങനെയായിരുന്നു ആ മൊമെന്റ്? ഞാൻ എന്താ വെച്ചാൽ റാമ്പിന്റെ നടുവിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നെ. 5 പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിൽക്കേണ്ടത് റാമ്പിന്റെ സെൻട്രൽ. സെന്ററിലായിരുന്നു. അപ്പോൾ വിളിച്ചതും ഒരു ടിങ് കിട്ടിയ പോലെ നേരെ പോയിട്ട് ഹെഡ് റാമ്പിൽ നിന്നു. കരയാണ് ഞാനപ്പോ. ലിറ്ററലി. യെസ്. എന്നിട്ട് തിരിച്ചു വന്നു. എനിക്കിതൊക്കെ ദീപ്തി സദ്യയാണ് എനിക്ക് വെച്ച് തന്നെ ക്രൗൺ വെച്ച് തന്നത്. ശരി. ഇത് ഇയർ ഏതായിരുന്നു? 2014. 2014. Yes. Now it's like 11 years. Yeah, 11 years. എന്നാലും എനിക്ക് 11 years അതെ അതെ. പറയുമ്പോൾ ഇന്നലെ നടന്ന പോലെ തോന്നില്ലേ? അയ്യോ, അതാണ്. ഇരിക്കട്ടെ. അതാണ് പേടി. ദൈവമേ, എന്ത് പെട്ടെന്നാ കാലം പോണേ. പ്രായം കൂടുവാണല്ലോ അറിയാന്ന്. എന്ത് ചെയ്യാൻ. അതെ, അതാണ് മെയിൻ ടെൻഷൻ. പക്ഷെ സ്റ്റിൽ ക്യാരി ചെയ്യുന്നുണ്ടല്ലോ, സോ ഇറ്റ്സ് ഫൈൻ. അല്ല, അപ്പോൾ അത് കിട്ടി, ക്രൗൺ കിട്ടി. Yes. യു ആർ ദ ഹാപ്പിയസ്റ്റ് അവിടെ. അടിപൊളി വൈബ്. Yeah. അപ്പോൾ അച്ഛനെ വിളിച്ചില്ലേ? അച്ഛനമ്മ അച്ഛനമ്മ എവിടെ ഉണ്ടായിരുന്നു? അച്ഛനമ്മ അനിയത്തിയുണ്ട്. ഓ, അപ്പോൾ അവരുടെ ഹാപ്പിനെസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്? കാരണം എന്തായാലും ഇത് ഈ ഫീൽഡിലോട്ട് വലിയ താല്പര്യം ഇല്ലായിരുന്നല്ലോ. അതെ. അച്ഛനാണെങ്കിലും ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്തതും അല്ലെങ്കിൽ അപ്പോൾ അച്ഛൻ വിചാരിക്കണത് ഞാൻ ഇത് വെച്ച് നിർത്തും എന്നുള്ളതാ. ആ ഹോപ്പായിരുന്നു. യെസ്. കേരളക്ക് പോയിക്കോട്ടെ, കുഴപ്പമില്ല, അത് കഴിഞ്ഞ് നമുക്ക് നിർത്താം. ഇവളുടെ ഇത് ഇതുകൊണ്ടങ്ങ് തീരുമല്ലോ അല്ലേ? അതെ. പക്ഷേ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അതെ, പ്രൗഡ് ഫീൽ പ്രൗഡ് ഇല്ലേ? മോള് ക്രൗൺ ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. ക്രൗൺ വെച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ ഭയങ്കര തിരക്കായിരുന്നു. ഓരോ മീഡിയക്കാരും ഇവരൊക്കെ വന്നിട്ടേ. അപ്പൊ എനിക്ക് അവരെ കാണാൻ പറ്റുണ്ടായിരുന്നില്ല. ആൾക്കാര് വന്ന് അതെ 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 മറ്റേ ബൈറ്റ് എടുക്കുന്നതും. അതെ, അന്ന് ഇതുപോലെ ഇന്റർവ്യൂസും കാര്യങ്ങളില്ല. അതെ വന്നു ബൈറ്റ് എടുക്കുന്നു, ചിലപ്പോൾ അത് ചാനലുകളിൽ വിടുന്നു, അതെ. ഷോർട്സ് ചെറിയ ചെറിയ ബൈറ്റുകൾ എടുക്കുന്നു. ടിവിയിലായിരിക്കും മെയിൻ ആയിട്ട് വരിക. ടി വിയില. പിന്നെ കവറിലൊക്കെ വരത്തില്ലേ, Cover. മാഗസിൻ കവേഴ്സിൽ. മാഗസിൻ കവേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പേപ്പറിൽ വരുമല്ലോ നമ്മുടെ. പേപ്പറിൽ വരും. അതാണ് മെയിൻ ആയിട്ട്. ഈ മാഗസിൻ, വോഗ് മാഗസിൻ എന്നൊക്കെ പറയുന്ന പോലെ കുറെ മാഗസിൻസിലൊക്കെ Yes. ഇങ്ങനെ പടം വരുമ്പോൾ ഓക്കെ മിസ് കേരള മിസ് എന്ന് പറയുമ്പോൾ ഓക്കെ. അത് കഴിഞ്ഞു. അപ്പം വീട്ടിൽ പറഞ്ഞോ, ഓക്കെ ഇതുകൊണ്ട് ഇനിയിപ്പോൾ ഫൈൻ, നീ ഹാപ്പി ആയല്ലോ, ഇനി നമുക്ക് ജോബിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ്. ജോബിലേക്ക് പോയി തുടങ്ങി. തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും എനിക്ക് ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. മിസ് കേരള ആയപ്പോഴേക്കും ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു. ഹെഡ് ഓഫീസുകാർ പറഞ്ഞു മിസ് കേരളയെ ഞങ്ങൾക്ക് വേണം. അല്ലല്ല, ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാ. ഓക്കെ ശരി. ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാ. ശരി. അവര് കൂടെ നിൽക്കുകയും ചെയ്തു. Okay. അങ്ങനെ കിട്ടി. ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓഫീസിൽ പോവും റെഗുലർ ആയിട്ട്. അപ്പോഴാണ് മിസ് സൗത്ത് ഇന്ത്യ വരണേ. ഓ, അത് വന്നു. അപ്പൊ അച്ഛൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നമുക്ക് മിസ് സൗത്ത് ഇന്ത്യക്ക് പോയാലോ എന്ന്. അപ്പൊ ചോദിച്ചില്ലേ അച്ഛാ അച്ഛൻ എന്തിന് തന്നെയാണോ ഇത്? ചോദിക്കണം? ഞാൻ ചോദിച്ചില്ല. അല്ല, അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞപ്പോ ചോദിച്ചില്ലേ സീരിയസ്ലി അച്ഛൻ തന്നെയാണോ ഇത്? ഈ പറയണേ. ഇല്ല, അച്ഛൻ പറഞ്ഞു, അല്ല സമ്മതിച്ചു. അങ്ങനെ പോയി. അത് നടക്കുമ്പോഴാണ് ചാക്കോച്ചൻ കോൾ ചെയ്യണേ. ചാക്കോച്ചൻ കോൾ ചെയ്യണത് എന്നെ അറിഞ്ഞിട്ടല്ല, എൻ്റെ ഫ്രണ്ട് ഇൻഡസ്ട്രിയിലുണ്ട്. Yes. ആ ഫ്രണ്ടിനെ അറിയാം എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന്. അപ്പൊ ജമുന പിയാരിക്ക് കുട്ടികളെ നോക്കുന്നുണ്ടായിരുന്നു. ശരി. അങ്ങനെ ചാക്കോച്ചനെ കാണിച്ചു കൊടുക്കണു. അപ്പൊ ഗ്രൂമിങ്ങിന്റെ ഇടയിൽ ചാക്കോച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാം ശരി, നമുക്ക് വെൽക്കം. അല്ല, ഫസ്റ്റ് കോൾ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ കോൾ എടുക്കുമല്ലോ, ഇന്ന ആളാന്ന് അറിയത്തില്ലല്ലോ. അറിയും, വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ഉള്ള മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് കേട്ടപ്പോ അത് കേട്ടോ എനിക്ക് ചാക്കോച്ചനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളെ നിറം അതൊക്കെ തൊട്ട് ചാക്കോച്ചൻ എന്തെങ്കിലും ഒരിക്കൽ ചാക്കോച്ചന്റെ കൂടെ അഭിനയിക്കണം എന്നുള്ള, നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിക്കൂലോ ഒന്ന് അഭിനയിക്കണം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു, ആലോചിച്ച് വിട്ടു. അങ്ങനെ വിളിച്ചു, പറഞ്ഞു ഇങ്ങനത്തെ ഒരു സിനിമയുണ്ട്, തൃശ്ശൂർ ഭാഷാ സിനിമയാണ്, എല്ലാം നന്നായി വരികയാണെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ സിനിമയാണ്, എന്തും ആവാം, അത് മൈൻഡിലില്ലായിരുന്നു. അങ്ങനത്തെ ഡൗട്ട് ഇല്ലായിരുന്നു അല്ലേ? കാരണം ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ. അതെ അതെ, എല്ലാം എനിക്ക് ഇതെങ്ങനെ പോകാൻ എനിക്കുണ്ടല്ലേ, അങ്ങനെയാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറ്. അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറും റൈറ്ററും ഡയറക്ടറും കൂടി കാണാൻ വന്നു. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിന് വർക്ക്ഷോപ്പ് ഒന്നും ഉണ്ടായില്ല. ഡയറക്ട്ലി പോയിട്ട് എനിക്ക് വർക്ക്ഷോപ്പിന്റെ ആവശ്യമില്ലല്ലോ, തൃശ്ശൂർ ഭാഷാ സിനിമ തന്നെ. അപ്പൊ പിന്നെ സ്ലാങ് വേറെ പ്രശ്നം വരുന്നില്ല. പിന്നെ ഈ പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിനുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. അതൊക്കെ അപ്പൊ ഉണ്ടായിരുന്നില്ല തോന്നുന്നു വർക്ക്ഷോപ്സ് ഒക്കെ അല്ലേ? പടം തുടങ്ങുന്നതിന് മുമ്പുള്ള ആക്ടിങ് വർക്ക്ഷോപ്സ് ആ ടൈമിൽ ഉണ്ടായിരുന്നു. 2017-18. അപ്പൊ അങ്ങനെ ദ വെരി ഫസ്റ്റ് ഡേ ഷൂട്ട് എന്ന് പറയുന്നു അല്ലേ? വീട്ടിലെല്ലാരോടും പറയുന്നു, ഫാമിലീസ് ഹാപ്പി അല്ലേ? ഫാമിലീസ് ഹാപ്പി എന്ന് വെച്ചാൽ അച്ഛൻ ഓക്കെ ശരി നോക്കാം, അങ്ങനെയാണ്. അതെ അതെ, ഒരു ഡബിൾ മൈൻഡ് ഉണ്ടായിരുന്നു. അതെ. പക്ഷെ അച്ഛനെ അറിയായിരുന്നു എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം, വേറെ ഒന്നിലേക്കും ഞാൻ പോവില്ല.
പിന്നെ അച്ഛനത് സമ്മതിച്ചു. എന്താണല്ലോ ഇനി ആയിക്കോട്ടെ, ലെറ്റർ എന്നുള്ള അതെ, ലെറ്റ് ലിവ് എ ലൈഫ് എന്നല്ലേ. അങ്ങനെ ഫസ്റ്റ് ഡേ യു ഗോയിങ് ടു ദ ലൊക്കേഷൻ യെസ്. വിത്ത് ലോട്ട്സ് ഓഫ് ഹോപ്പ്, യാ. ടെൻഷൻ, എക്സൈറ്റ്മെന്റ്, അതും ചാക്കോച്ചൻ അല്ലേ? എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിപ്പിച്ച് നോക്കിയിട്ട് നന്നായിട്ടില്ലെങ്കിലൊക്കെ തിരിച്ചുവിടാം. ഉറപ്പായിട്ടും. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇത് നമുക്ക് അതിന്റെ ഒക്കെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പേടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ. ഞാൻ എന്തായാലും ഫുള്ള് ഇതിലുണ്ടാവും എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ്. അതൊക്കെയാണ് എനിക്ക് കൂടുതലും സ്ട്രെങ്ത് ആയിട്ട് നിന്നിട്ടുള്ളത്. കോൺഫിഡൻസ്. അതെ അതെ അതെ. അങ്ങനെ ഫസ്റ്റ് ഡേ എന്തായിരുന്നു? ഫസ്റ്റ് ഡേ എനിക്ക് ഞങ്ങള് കാറിൽ പോണ സീനടുത്തെ, ഞാനും ജോയ് അങ്കിളും സുരാജ് ഏട്ടനും ചാക്കോച്ചനും കൂടി. അപ്പോൾ അന്നുണ്ടായിരുന്നോ റെയിൽവേ ക്രോസ് എന്ന് ചോദിക്കണതാണ്. അതാണ് ഫസ്റ്റ് ഡയലോഗ്. അതാണ് ഫസ്റ്റ് ഡയലോഗ്, ലൈഫിലെ ഫസ്റ്റ് സിനിമ ഡയലോഗ്. അപ്പോൾ സുരാജ് ഏട്ടൻ പറഞ്ഞു എടുക്കണതിന് മുമ്പ് ക്യാമറേനെ പോയി തൊട്ട് തൊഴണം. അങ്ങനെ തൊട്ട് തൊഴുതു. ശരി, തുടങ്ങി. അങ്ങനെ ആ ലൊക്കേഷൻ ഫുൾ വൈബായി, അടിപൊളിയായി. ആ ഫിലിമിനെ കൂടുതൽ പഠിക്കാൻ പറ്റി, കാര്യങ്ങളും എല്ലാം. ഐ മീൻ എല്ലാ ആക്ടിങ് വൈസ് കുറച്ചുകൂടെ ഇതായി. അത് കഴിഞ്ഞ് പടം ഇറങ്ങുന്നു എന്നുള്ളൊരു സംഭവം വന്നു. ആ ടൈമിൽ എല്ലാവരോടും മറ്റേ ഫാമിലി പറഞ്ഞതും അതൊക്കെ എങ്ങനെയായിരുന്നു? അയ്യോ, ഞങ്ങള് മറ്റേ ജോസ് അല്ല, അവരുടെ കൈരളി ശ്രീയിലാണ് ഇറങ്ങിയത്. ഞങ്ങള് ഒരു ദിവസം ഫുള്ളെടുത്തു, ഒരു ഷോക്ക് ഫുള്ളെടുത്തു. അച്ഛൻ അത് ചെയ്തു, എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു കൊടുത്തു. എന്നിട്ട് എന്റെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും വന്നിട്ട് ഒരുമിച്ചിരുന്നിട്ടാണ് സിനിമ കണ്ടത്. ഒരു സന്തോഷം വേറെ ഉണ്ടോ? അച്ഛൻ ടിക്കറ്റ് എടുത്തു കൊടുക്ക. ശരിക്കും അങ്ങനെ. പക്ഷെ തിയേറ്ററിൽ ഇറങ്ങണേക്കാട്ടും കൂടുതൽ ഈ സിനിമ അതായത് ടി വിയിലൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഭയങ്കരമായിട്ട്. ഇപ്പോഴും ആൾക്കാര് ജമുന പേരെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ അതല്ല, എന്നെ കാണുമ്പോഴൊക്കെ ശരിയാ, ജമുന പാരിലെ എന്നുള്ള. അതെ അതെ അതെ. ഈ അച്ഛനുമായിട്ടുള്ള ഐ മീൻ ആ ഒരു, നിങ്ങളെങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആണോ, അല്ലെങ്കിൽ എന്തും ഇപ്പം ഓരോ കാര്യങ്ങൾ അപ് ടു ഇപ്പം ഇത് സിനിമയുടെ കാര്യങ്ങളാണെങ്കിൽ എല്ലാം ചെന്ന് അപ്പോൾ പറയുന്നു, അങ്ങനെയാണോ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇത്? ഇല്ലില്ല, ഞാനും അച്ഛനും അടി കൂടുന്ന ആൾക്കാരാ. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി അല്ല. ഞാനും അച്ഛനും ഒരേ സ്വഭാവ, അപ്പൊ അതുകൊണ്ട് ചേരില്ല ഞങ്ങൾ. അച്ഛന്റെ സ്വഭാവമാണ് കിട്ടിയേക്കുന്നത്. അതെ അതെ. പക്ഷെ അച്ഛൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര റെഫറൻസ് ആയിട്ട് എടുക്കാറുണ്ട്. അച്ഛൻ പറയുന്ന ഓരോ തത്വങ്ങളും അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പറയണതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട്. ഫോർ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കോട്ടോ അല്ലെങ്കിൽ ഗായത്രിയുടേതായ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ടോ അച്ഛൻ പറഞ്ഞതോ? അച്ഛൻ പണ്ട് എന്നോട് എവിടേക്കോ എപ്പോഴോ എന്നോട് പറഞ്ഞതാണ്, എല്ലാം ഒരു സൈക്കിളാണ് ഗായത്രി, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ എത്തും, എന്നിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും, എല്ലാം റിപ്പീറ്റ്. അത് ഞാൻ അന്ന് കേട്ട് വിട്ടു. പക്ഷെ പിന്നീട് എനിക്ക് ഇങ്ങനെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, യെസ് ദാറ്റ്സ് കറക്റ്റ്. അച്ഛനത് അന്ന് പറഞ്ഞാണല്ലോ ലൈഫിൽ അത് വന്നപ്പോൾ. അതെ അതെ. ഫോർ എക്സാമ്പിൾ എന്തായിരിക്കും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു എപ്പോഴാണ് അത് ഓർത്തത്, ശരിയാണല്ലോ ഈ അച്ഛൻ പറഞ്ഞ കറക്റ്റ്, അങ്ങനെ ഓർത്തത് ഒരു സിറ്റുവേഷൻ? അതല്ല, ഇപ്പോ ആൾക്കാർ കല്യാണം കഴിക്കൽ ഭയങ്കര കുറവല്ലേ, പണ്ടത്തെ കാട്ടിലും കുറച്ചുകൂടെ ഇപ്പൊ ചോദിക്കുന്നവരുടെ. അതെ അതെ, സിംഗിൾ ആണ് കുറച്ചുകൂടി ആൾക്കാർ. പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും കല്യാണത്തിന്റെ ആ ഒരു ഇതിലേക്ക് വരും. ഗ്രൂപ്പ് ആൾക്കാരുടെ കൂടെ ഇരിക്കുക, അതൊക്കെ വീണ്ടും വരും. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതിങ്ങനെ അങ്ങനത്തെ ഒരു, അതെനിക്ക് പെട്ടെന്ന് തോന്നിയത്. ഓക്കെ, ശരി. അപ്പോൾ ഗായത്രിയുടെ മൈൻഡിൽ ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് മാരേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇപ്പം ഗായത്രി പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ അത് ഒന്നും കൂടെ തിങ്ക് ചെയ്തിട്ടാണ് അതിലേക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞൊരു സംഭവം. ഗായത്രിയുടെ മൈൻഡിൽ ശരിക്കും ഒരു മാരേജ് എന്ന് പറഞ്ഞൊരു സംഭവം അത് തിങ്ക് ചെയ്തിട്ട് ഇറങ്ങേണ്ട എന്താണ് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്, തോന്നുന്നത്? തിങ്ക് ചെയ്ത് ഇറങ്ങേണ്ട കാര്യം തന്നെയാണ്. കാരണം ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും വീട്ടിൽ നിന്നും എല്ലായിടത്തുനിന്നും. അപ്പം പക്ഷെ ഇപ്പോൾ ഐ ഹാവ് റീച്ച്ഡ് എ ലെവൽ വെയർ എനിക്ക് അത്ര തിങ്ക് ചെയ്യേണ്ട ആവശ്യം, അത്രയ്ക്ക് ഞാൻ കുറേയൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇഫ് എ പേഴ്സൺ വർക്ക്സ് ഔട്ട് ഓർ നോട്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും കേട്ടോ, ഞാൻ എൻ്റെ ഭാഗം മാത്രമല്ല പറയണേ. ഐ നോ ഇഫ് ദിസ് വിൽ വർക്ക് ഔട്ട് ഓർ നോട്ട് എന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാവും. സോ അത് അധികം ചിന്തിക്കേണ്ട ആവശ്യം, ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ എയിം. അങ്ങനെയല്ല ഞാൻ പറയണത്, അധികം ഇങ്ങനെ ഓവർ തിങ്കിങ് ഇല്ലാതിരിക്കുക, ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് മെയിൻ. അതെ അതെ. അപ്പം ഈ ആൾക്കാർ ചോദിക്കാറുണ്ടല്ലോ, ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെ പ്രഷേഴ്സും കാര്യങ്ങൾ വരുമ്പം ഓഫ് കോഴ്സ് വരാറുണ്ടാവാം. അതെ, അമ്മ പറയും, ഗായത്രി നീ എന്താ നിന്റെ ലൈഫ് വെച്ച് കാണിക്കണേ, എനിക്ക് പേടിയാവണ്ട് നീ പോണ കണ്ടിട്ട്. അമ്മയുടെ മെയിൻ ഡയലോഗ് അത്, എനിക്ക് പേടിയാവണ്ട് ഗായത്രി നിന്റെ പോക്ക്. തിരിച്ചെന്ത് പറയുന്നത്? ഞാൻ മൈൻഡ് ചെയ്യില്ല, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞടക്കും.
അടിപൊളി. പക്ഷെ അപ്പോൾ അത് മൈൻഡിൽ എടുക്കാറുണ്ടോ ആ ചോദ്യം? ശരി, എപ്പോഴെങ്കിലും ഒരു ടൈമിൽ ശരിയാണ് ആക്ച്വലി അമ്മ ചോദിച്ചതിൽ തെറ്റില്ല, പക്ഷെ ഞാനിപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകുന്നുള്ളൂ, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുറച്ചു കാലം വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ദൈവമേ ഞാൻ ഒറ്റയ്ക്കാവോ, ഒറ്റയ്ക്കായ എന്താവും ദൈവമേ, കുറെ കാലം കഴിഞ്ഞാലൊക്കെ ആരുണ്ടാവുക കൂട്ട് എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി രണ്ടിലും ഉണ്ട്. ഇപ്പൊ കല്യാണത്തിലായാലും പെയിൻ ആൻഡ് പ്ലഷർ ഉണ്ട്, ബീങ് അലോണിലും ഉണ്ട് പെയിൻ ആൻഡ് പ്ലഷർ. വിച്ച് വൺ ഡു യു വോണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് നോക്കിയപ്പോ എനിക്ക് കുറച്ചുകൂടി താല്പര്യം ഇതാണ്, ബീങ് അലോൺ. ഈ പെയിൻ ആൻഡ് പ്ലഷർ ആണ് അതാണ് ഗുഡ് എന്നുള്ളത്. യെസ്. ഓക്കെ, അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായിരിക്കും മാരേജ് ആണെന്നുണ്ടെങ്കിൽ യുവർ തിങ്കിങ് വെച്ചിട്ട്? പോസിറ്റീവ് മാരേജ് ആണെങ്കിൽ നമുക്ക് ഫ്രീഡം വളരെ കുറവായിരിക്കില്ലേ, ചാൻസ് പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ ഒരാളാണെങ്കിൽ ചിലപ്പോൾ. അതെ, പക്ഷെ എങ്കിലും ഒരാളുടെ കാര്യം കൂടെ നമ്മൾ അല്ല അതല്ല ഉദ്ദേശിച്ചത്, ഒരാളുടെ കാര്യം കൂടി നോക്കണം. പിന്നെ ആൾക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും, എനിക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. കല്യാണം എന്തോ ഒരു ചട്ടക്കൂടായിട്ട് എനിക്ക് തോന്നും. പക്ഷെ ചിലവർ അങ്ങനെ ആവില്ല, ചിലവർ ഭയങ്കര നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യും. പക്ഷെ എനിക്ക് അതുകൊണ്ടല്ല ഞാൻ കല്യാണം കഴിക്കാതിരിക്കണേ. നമ്മളെ പറ്റിയ ഒരാളുണ്ടല്ലോ, ആളെ കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് ഈ കുറച്ച് പൊസസീവ് ആവണതും എന്താ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അല്ലാതെ വളരെ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല എന്നല്ല. അങ്ങനെയാണ് പിന്നെ അല്ലേ? അതെ 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 അതെ. പക്ഷെ അത് വിത്ത് ദ റൈറ്റ് പേഴ്സൺ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു തിങ്കിങ് ഉള്ളതുകൊണ്ടാണ് മാരേജ് വേണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. കുറച്ചും കൂടെ ആ ഫ്രീഡം പാർട്ട് അത് ആക്ച്വലി എഫക്ട് ചെയ്യുന്നു. ഫ്രീഡം അല്ല, ഇപ്പൊ ഐ എം 32 നൗ. പക്ഷെ മേ ബി 40-ലായിരിക്കും എന്ത് റൈറ്റ് പേഴ്സൺ വരുന്നു. അങ്ങനെ അപ്പൊ ഒരു കൂട്ട്, നല്ലൊരു കൂട്ട്, നല്ലൊരു ഫ്രണ്ട് എന്നുള്ള പോലെ. ഇപ്പോഴത്തെ ഒരു സിനിമ വെച്ച് നോക്കുമ്പോഴും ശരിയാണ്. ഇപ്പം രാത്രി പറഞ്ഞത് ആൾക്കാർ ഇപ്പം മാരേജ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നു എന്നുള്ള സംഭവം ഉണ്ടല്ലോ, മാരേജിലേക്ക് പോകുന്നവരെ. ചിലപ്പോൾ ഇപ്പം നമുക്ക് കാണാം മാരേജ് കഴിഞ്ഞാലും ഇപ്പോൾ ഡിവോഴ്സസ് ആർ ഓൾസോ അതിൻ്റെ എണ്ണവും കൂടിക്കൂടി വരുന്നു. നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ആവാം, അല്ലെങ്കിൽ അതൊക്കെ എപ്പോഴെങ്കിലും ബോധേർഡ് ആയിട്ടുണ്ടോ അതിനെപ്പറ്റിയൊക്കെ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂസ് നമ്മൾക്ക് അറിയാവുന്നവരൊക്കെ അല്ലെ ബ്രേക്കപ്സ് ഇങ്ങനെ വരുമ്പോൾ എപ്പോഴെങ്കിലും തിങ്ക് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് വെൻ ഐ ഗെറ്റ് ഇൻ ടു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇത് വരുമ്പോൾ അതായിട്ട് എപ്പോഴേലും തിങ്ക്? അല്ല ചേട്ടാ, ഡിവോഴ്സ് ഇസ് ജസ്റ്റ് എ പ്രോസസ്. രണ്ടുപേർക്ക് മാരേജ് ഇസ് എ പ്രോസസ് എന്ന് പറയുന്ന പോലെ ഡിവോഴ്സ് ഇസ് എ പ്രോസസ്. രണ്ടുപേരും തമ്മിൽ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ നമ്മൾ ആ ലോയിലൂടെ ഒക്കെ പോയി സെപ്പറേറ്റഡ് ആവുക, അതും ഒരു എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ വർക്കായില്ലെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതെ അതെ, വെറുതെ യു ക്യാൻ മൂവ് ഫോർവേഡ്. നമുക്ക് മരിക്കണ വരെ സമയമുണ്ടല്ലോ. തീർച്ചയായിട്ടും. യെസ്. ഈ ഒരിടയ്ക്ക് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായത്രിയുടെ കോൺസെപ്റ്റ് ചോദിക്കുമ്പോൾ പ്രണവ് എന്നുള്ളത് അതിപ്പോൾ പറഞ്ഞ് എല്ലാതും പറയും. പക്ഷെ എന്നാലും ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അങ്ങനെ ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സ്പാർക്ക് കിട്ടുമ്പോൾ കിട്ടണമെങ്കിൽ അതിന് റീസൺസ് തീർച്ചയായിട്ടും വേണം. ഒന്നെങ്കിൽ ഇപ്പോൾ ചിലർ പറയും ഒരാളെ വളരെയധികം അടുത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് അവർ നമുക്ക് പറ്റുന്ന ആളാണോ എന്ന് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ അറിയണം. റൈറ്റ്. അപ്പോൾ ഈ പ്രണവിൻ്റെ അത് പറയാനുള്ള ഒരു റീസൺ? യു വാണ്ട് ആൻ ഒത്തന്റിക് ആൻസർ അല്ലേ? ഫോർ ഷുവർ. അപ്പോൾ ദെൻ ഫോർ ഷുവർ, കം ഓൺ. അല്ലേ, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, കൂൾ. Authentic answer അല്ലേ വേണ്ടേ? Authentic. This is the authentic answer. I don't want to talk about it. കൂൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ വീഡിയോസും ഇതൊക്കെ വരുമ്പോൾ Thank you ചേട്ടാ, thank you so much for understanding. കൂൾ അല്ലേ, അതല്ലേ ഏറ്റവും നല്ലത് അങ്ങനെ പറയുമ്പോൾ. സോ വെൻ യു ഗെറ്റ് വീഡിയോസ് എല്ലാം അങ്ങനെ വരുമ്പോൾ അത് കാണുമ്പോൾ യു മൈറ്റ് ഫീൽ ബാഡ് ഓർ നോട്ട് ഗുഡ് ഓർ അതാണ് ഇതെന്താണെന്നറിയോ ചേട്ടാ, ഇത് നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 5 ദിവസത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ഇവോൾവ് ചെയ്യുന്നൊരിത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മെച്യൂരിറ്റി കാണിക്കണ്ടേ, നമ്മുടെ ഒരു ലൈഫിനോടുള്ള മെച്യൂരിറ്റി. പിന്നെ ഞാൻ എനിക്ക് കൊടുത്ത വാക്കാണ്, ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത്? ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഇനി ഞാൻ എന്നിൽ ബിസിയാണ്. ഐ ആം ബിസി വിത്ത് മൈസെൽഫ്. സോ ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ബ്ലോക്ക് ഇറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളുടേതായ ഒരു സെൽഫ്. അങ്ങനെ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നാൽ ഇഗ്നോർ ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് യെസ്. അതാണ്. ഇനിയിപ്പോ ഞാൻ അത് തുറന്നു നോക്കി അതിന്റെ പിന്നാലെ പോവാ. പിന്നെ അതിനെ നേരം കാണത്തുള്ളൂ, പിന്നെ അതിന്റെ പുറകെ പോകണം. നമുക്ക് വേറെ എന്തൊക്കെ പരിപാടികൾ ചെയ്യാൻ കിടക്കുന്നില്ലേ? വെരി ട്രൂ, വെരി ട്രൂ. ഇപ്പോൾ നോർമലി സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമുള്ള വേറെ കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കമൻ്റ് ആയിരിക്കാം, എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിലർ പറയും
ഓ അതിനിപ്പോൾ എന്താ കമൻറ്റ് ഇടുന്നൊരു ഇടട്ടെ, എന്നാലും ആ കമൻറ്റ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വി മൈറ്റ് നോട്ട് ഫീൽ ഗുഡ് അല്ലേ. അപ്പോൾ അതിനെ എങ്ങനെയാണ്, ഹൗ ഡു യു ടേക്ക് ഇറ്റ്, അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടുവാണോ, അതോ വേണമെങ്കിൽ അതിൽ റിപ്ലൈ ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തിട്ടുണ്ടോ? ചില സമയത്ത് നമ്മൾ മറന്നു പോകും, പക്ഷെ ചില സമയത്ത് അത് നമ്മുടെ കുറച്ച് നേരം നിൽക്കും. പക്ഷെ നമ്മളത് പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കി നമ്മളത് കളയണം എന്നാണ് എനിക്ക് തോന്നണേ. അല്ലെങ്കിൽ ഇത് നമ്മുടെ കൂടെ അങ്ങോട്ട് പോകുന്ന നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മുടെ ഒരു പ്രോഗ്രാമിംഗുമായി മാറും ഇത് എന്നാണ്. ജനറലിയും ഇത് തന്നെയാണ് യുവർ ആൻസർ അല്ലേ? ജനറലി ആൾക്കാർ ഇങ്ങനെ നേരിടുമ്പോൾ ബെറ്റർ ഓപ്ഷൻ ഇസ് ഇഗ്നോർ അല്ലേ, ഓർ യു ഗിവ് റിപ്ലൈ, ഏതായിരിക്കും ബെറ്റർ ഓപ്ഷൻ? അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പീപ്പിൾ വിൽ സേ. ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ എന്തായാലും ആൾക്കാർക്ക് കമന്റ് ചെയ്യാനല്ലേ കമന്റ് ബോക്സ് ഇട്ടിരിക്കണേ. അപ്പൊ ആൾക്കാർ എന്തും കമന്റ് ഇടും. ഒന്നില്ലെങ്കിൽ അത് നോക്കാതിരിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ. നോക്കിയാ നിങ്ങൾക്ക് ഹേർട്ട് ആവുമെങ്കിൽ അത് ഹേർട്ട് ആവുക. എനിക്കിത് പറയാൻ കിട്ടുന്നില്ല, വേറെ നിവൃത്തിയില്ല, ഹേർട്ട് ആവുക. അതെ, അല്ലെങ്കിൽ എന്നെ നോക്കാതിരിക്കുക. മറ്റേ കരീന കപൂർ പറഞ്ഞ പോലെ പത്ഥർ കാ ദിൽ ഹോനാ ചാഹിയേ. ചെക്ക് ചെയ്യാതിരിക്കുക. ചെക്ക് ചെയ്യാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക. എന്തിനാ ചെക്ക് ചെയ്യണേ? അല്ല, പക്ഷെ ആൾക്കാരെന്തിനാ നമ്മുടെ പ്രൊഫൈൽ വന്ന് കാണണേ? ദിസ് ഓൾസോ ഗിവ് ആൻഡ് ടേക്ക്. അതാണ് ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. അതുകൊണ്ടാണ്, അതൊക്കെയാണ് ഈ ഭയങ്കര എൻടാങ്കിൾമെന്റ് ഒക്കെ വരുന്നത്. അങ്ങനെ ഈ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എപ്പോഴും നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലാണെന്ന് തോന്നുന്നു ഗായത്രിനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി, എപ്പോഴും ഇൻ എ ഗുഡ് വേ ആം സെയിങ് ഒക്കെ, എപ്പോഴും ഗായത്രി എവിടെയാണെന്ന് അന്വേഷിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അതിനെ നല്ല രീതിയിൽ എടുക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ വൈ എന്തിനാ അങ്ങനെ ഒരു ആൾ നമ്മളെ, അത് ഏത് രീതിയിലായിരിക്കും ഗായത്രി ഗായത്രി പറഞ്ഞിട്ടുണ്ട്, നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ അങ്ങനെ കുറച്ച് സാധാരണയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ആള് നമ്മളെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ ഇത് വെൻ ഇറ്റ് ഗോസ് ഔട്ട് ഓഫ് ഹാൻഡ്, അതായത് പറഞ്ഞിട്ടും മനസ്സിലാവാതെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഇത് വരുമ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്യോ എന്നുള്ളത്. മനസ്സിലായി, നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെ, ബഹുജനം പലവിധം. അതെ, കറക്റ്റ്. അതുകൊണ്ടാണ് എനിക്ക് പേടിയായത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മളെ വന്നിട്ട് പരിചയപ്പെടുന്നു, നമ്മുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കും, അതൊക്കെ ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞു പോകുമ്പോഴാണ് പേടിയാവുക. അവരുടെ ചിലപ്പോൾ ഇന്റൻഷൻ വേറൊന്നും അല്ലായിരിക്കാം, എങ്കിൽ കൂടി അതെ അതാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എപ്പോഴാണ് അറിഞ്ഞത് ആക്ച്വലി ഗായത്രി? എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ കുറെ നാള് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ആണ് ഞാൻ അത് എവിടെ വെച്ചിട്ടാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, അവിടെ കുറെ വന്നിട്ടുണ്ട് ആള്. വീടിന്റെ ഫ്രണ്ടിലിരിക്കുക, വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കോഫി ഷോപ്പിൽ നിൽക്കുക. നമുക്ക് നോർമലി ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ട്. അതെ, അച്ഛൻ വന്ന് പറഞ്ഞാലും പോവാതിരിക്കുക. മനസ്സിലായി. ഓക്കെ, അച്ഛനും അത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ അവസാനം പറഞ്ഞു, പോലീസിനോട് പറയും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന് പറഞ്ഞാൽ മനസ്സിലാവണില്ല. ആണല്ലേ ഗായത്രി? ശരിക്കും നമുക്കിപ്പോൾ ഒരാളെ ഇൻ്റർവ്യൂവിലോ മീഡിയയിലോ സിനിമയിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ആൾക്കാരായിരിക്കില്ല അത് റിയൽ പേഴ്സൺ എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ എപ്പോഴെങ്കിലും ഗായത്രിയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ, ഇൻസ്റ്റഗ്രാമിലൂടെ ഇപ്പോൾ കണ്ടിട്ടുള്ളവർ, നേരിട്ട് കണ്ട് കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ? അതായത് ഗായത്രി ആക്ച്വലി ഞങ്ങൾ കാണുന്ന പോലെ അല്ല കേട്ടോ, സംസാരിച്ചപ്പോൾ യു ആർ സോ ഡിഫറെൻറ്റ്. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് എനിക്ക് അറിയാത്തൊരു കോൺസെപ്റ്റ്. എന്താണ് സംസാരിക്കുമ്പോൾ ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ കാരണം? അതായത് ഇപ്പം ചിലരെങ്കിലും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റീൽസ് ഇടുന്നതോ അതൊക്കെ ഒരു ആക്ട് എന്നുള്ള രീതിയാണ്. എന്നാലും ചിലപ്പോൾ നേരിട്ട് ചിലപ്പോൾ കാണുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ കമൻറ്റ്സ്, ചിലപ്പോൾ ബാഡ് കമൻറ്റ്സ് ഉണ്ടാവാം. പക്ഷെ അത് പയ്യെ ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഒരു ട്രാൻസിഷൻ നല്ല കമൻറ്റിലേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞു, ഇൻ എ ഗുഡ് വേ. അതുപോലെ ആൾക്കാരെപ്പോഴും നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ ഗായത്രി, ലൈക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് മൈൻഡിലുണ്ടായിരുന്ന ഒരാളല്ല ശരിക്കും അങ്ങനെ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് പറയാറുണ്ട്. അപ്പോ ഹാപ്പി ആവും. പക്ഷെ അത് പിടിച്ചിരിക്കില്ല ഞാൻ, എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിലിങ്ങനെ വെറുതെ ഹാപ്പി ആയിട്ട് എന്റെ പാവത്തരം അവര് കണ്ടുല്ലോ അങ്ങനെ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകും.
അങ്ങനെ ഇരുന്നിട്ട് വേറെ അതെ, പ്രയോജനമൊന്നുമില്ല. ആ. പിന്നെ അങ്ങ് മൂവ് ഓൺ. അത് അല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്ന രീതിയിൽ ചെയ്യണല്ലോ. അത് യെസ്, ഐ ലവ് കോസ്റ്റ് യു, ബട്ട് താങ്ക് യു ഫോർ അക്നോളജിങ്. പക്ഷെ അത് വിചാരിച്ച് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് നോട്ട് ദ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കൂലോ. അതെ അതെ അതെ. അങ്ങനെ അത് ശരിക്കും ഈ പേടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മൾക്ക് പല രീതിയിലും പേടികളുണ്ടാവും ലൈഫിൽ. വൺ ഓഫ് ദ ഏറ്റവും പേടി ഉള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗായത്രി ഇൻസെക്യൂർഡ് ആവുന്നതോ അല്ലെങ്കിൽ ഏറ്റവും ഒരു പേടി എന്തിനോടാണ് കൂടുതലും ശരിക്കും? ദ ഫിയർ ഓഫ് ഗിവിങ് അപ്പ് ഓൺ മൈസെൽഫ്. ഓക്കെ. അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. സെൽഫ് അബ്യൂസ്. ഗീവ് അപ്പ് ചെയ്താൽ തീർന്നല്ലോ. അതെ അതെ അതെ, അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷനും. വാട്ട് ഇഫ് ഐ വോണ്ട് ടു ഗിവ് അപ്പ് ഓൺ മൈസെൽഫ്. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? പിന്നെ അതൊക്കെ നമ്മൾ സിറ്റുവേഷൻസ് പഠിക്കണേ. നമ്മളെ ഗിവ് അപ്പ് ചെയ്തുകൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങള് ചെറിയ രീതിക്കാണെങ്കിലും അത് നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് കറക്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് പോകാന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും അതല്ലാതെ ഈ കുഞ്ഞുനാളിലൊക്കെയുള്ള പേടി, എട്ടുകാലി അതാ ചോദിച്ചേ. അങ്ങനത്തെ പേടികൾ അത് ഇതും വന്നല്ലോ, മെച്ചുവറായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞല്ലോ, ഇനി അതും ആകാം. എട്ടുകാലി പണ്ടോട്ടെ എന്റെ അമ്മൂമ്മയുടെ വീട്ടില് നിറയെ എട്ടുകാലികളാണ്. ആണല്ലേ? എന്റെ വീട്ടിലില്ല, അമ്മമ്മയുടെ അമ്മൂമ്മയുടെ വീട്ടില് കുറെ എട്ടുകാലികളുണ്ട്. എനിക്ക് കണ്ടാൽ തന്നെ ആ സ്ട്രക്ചർ കണ്ടാൽ തന്നെ എനിക്ക് എന്തോ ടെൻഷനാ. അല്ലേ, വേറെ എനിക്കൊന്നും പല്ലിയോ അല്ലെങ്കിൽ കോക്രോച്ചോ അതിനോടൊന്നും പേടിയില്ല. പക്ഷെ സ്പൈഡർ എന്തോ സൈക്കോളജിക്കൽ പേടിയാണ് എനിക്ക്. ഓൾറെഡി പണ്ട് തൊട്ടേ ആ പേടി കേറി, അതുകൊണ്ടാ അതിനോട് അല്ലേ? അപ്പൊ അടുത്തോട്ട് പോത്തേ ഇല്ല. ചെറുതാണെങ്കിൽ പോലും എനിക്ക് എന്തോ പേടിയാണ് എനിക്ക്. താങ്കൾക്ക് ഏതാണ് എന്റെ ഏറ്റവും പേടിയുള്ളത്? എനിക്ക് പറയുന്ന പല്ലി കാണുമ്പോ. പല്ലിയാണോ പേടി? പേടിയല്ല, അതിനെ പേടി എന്ന് വിളിക്കുന്നതിലുപരി ഒരു ഇത് ഈ പറഞ്ഞ സ്ട്രക്ചർ, ക്രോക്കഡൈൽ സാധനമാണല്ലോ അത്. ആ ഒരു ഇതല്ലേ, ലൈക്ക് ആ ഒരു സാധനം വരും. എട്ടുകാലി ഫൈൻ. എട്ടുകാലി ഫൈൻ. കോക്രോച്ച് പിന്നെ കോക്രോച്ച് ഓൾസോ ഫൈൻ. അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളും. അതെ അതെ അതെ. ചില കോക്രോച്ചസ് പറക്കും. ശരിയാ, പറക്കുന്ന പറ്റകൾ. അത് അവിടെ നിന്നാ നമുക്ക് ഓടി വിളിക്കാം. പറന്നു വന്നാലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഏതാ പേടിയുള്ളു? സ്നേക്ക്, പാമ്പ്. അത് നമ്മൾ അങ്ങനെ കാണുന്നില്ലല്ലോ. പക്ഷെ എന്നാലും ചിലർക്ക് വലിയ പ്രശ്നമില്ല. ചിലര് പാമ്പിനെയൊക്കെ കൊല്ലുന്നവരൊക്കെ ഉണ്ടല്ലോ. ഐ മീൻ, അല്ലെങ്കിൽ ചിലര് സ്നേക്ക് അത്ര കുഴപ്പമില്ല. നല്ല ഭംഗി എന്ന് പറഞ്ഞാ എനിക്ക് ഏറ്റവും പേടിയാ അങ്ങനെ പോണ കാണാനൊക്കെ ഒരു ഭയങ്കര ഒരു അല്ലേ? ആണല്ലേ? ഐ ലൈക്ക്. ഓക്കെ. പിന്നെ പെറ്റ്സ് ഇഷ്ടമാണല്ലോ? ഓഫ് കോഴ്സ്. അദ്ദേഹം എന്നൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഐ ഫീൽ ഗുഡ് കേട്ടോ. ഐ മീൻ ലൈക്ക് അത് ആസ് എ ഒരു പെറ്റ് ലവറിനെ മനസ്സിലാകും എന്ന് പറയുന്നത് പോലെ. അല്ലാത്ത പക്ഷെ മനസ്സിലാകത്തേ ഇല്ല, ഒരു കാരണവശാലും മനസ്സിലാകത്തില്ല. താങ്കൾക്കുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എസ്പെഷ്യലി സ്മോൾ പപ്പീസ് എല്ലാം. ഭയങ്കര ക്യൂട്ടും ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെക്കാട്ടിലും അറ്റാച്ച്ഡ് ആവുന്ന ഒരു വ്യക്തിയാണ്. വ്യക്തി എന്ന് ഞാൻ പറയുന്ന വ്യക്തിയാണെന്നൊക്കെ ഈ ഡോഗ്സ്. എനിക്ക് ചിലരില്ലേ ഗായത്രി, ഇപ്പം ചിലർ ചോദിക്കും വീട്ടിൽ പട്ടി ഉണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് എന്തോ, ഡോഗ്സ് എന്ന് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ആ ടേം യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കസിൻസിൻ്റെ ഡോഗ്സ് ഒക്കെ വരുമ്പോൾ ഡോഗ് കൂട്ടിനെ എന്തെന്ന് ചോദിക്കുമ്പോൾ എനിക്കിഷ്ടമാണ്. പക്ഷെ ആ പട്ടിനെ എടുത്ത് താഴെ വെക്കുന്ന അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ ഐ ഫീൽ അങ്ങനെ ഉണ്ടോ? അതുണ്ട്, പക്ഷേ അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ അതെ അതെ. പക്ഷെ ഇപ്പൊ മാറി വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ആൾക്കാർ മാറും. പക്ഷെ അതുവരെ അത് ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ നമ്മുടെ പട്ടീനെയാണല്ലോ അങ്ങനെ പറയണേ തോന്നും. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെ പറയും, കാരണം അങ്ങനത്തെയാണ് കണ്ടീഷനിങ്. പട്ടിയാണല്ലോ. നമ്മള് പട്ടിയെ എന്താ കുഴപ്പം? പട്ടി. ട്രൂ, വെരി ട്രൂ. എന്നാലും ചിലപ്പോ നമ്മുടേതായ ഒരു പപ്പി ഇങ്ങനെ അങ്ങനെ പറയുമ്പോ ആ പേര് കൂട്ടി വിളിക്കണം. പട്ടി എന്ന് പറയുമ്പോഴല്ല എനിക്ക് പ്രശ്നം. ഇങ്ങനെ എടാ ഇങ്ങോട്ട് വാടാ, അതൊക്കെ അങ്ങനെ വിളിച്ചിട്ട് ആ പട്ടിന്നും കൂടെ ആഡ് ഓൺ ചെയ്യുമ്പോൾ ഒരു റെസ്പെക്ട് കൊടുക്കുക പട്ടിക്കുട്ടിക്ക്. അതാണ് എന്റെ കൺസേൺ. ശരിയാ. അല്ലാതെ പട്ടി
വാസ് ഓക്കെ ഫോർ മീ. ഈ ഈ പട്ടിക്കുട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, അല്ലാതെ പെട്ടെന്ന് ചില അങ്ങനെ പറയുമ്പോഴേ ആ നായ പട്ടി അതും കുഴപ്പമില്ല എടാ, അതാണ് എനിക്ക് പ്രശ്നം. അതാ ആ ഒരു അങ്ങനെ പറയുമ്പോൾ നമ്മളുടെ മൂഡ് സ്വിങ്സ് ആണെങ്കിലും നമ്മളൊന്ന് വിഷമിച്ചാൽ പോലും ചിലപ്പോൾ ഒരു മനുഷ്യൻ ചിലപ്പോൾ നമ്മൾ വിഷമിച്ചിരുന്നാൽ മനസ്സിലായില്ലേലും ഡോഗ്സിന് അത് സെൻസ് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ, ഓഫ് കോഴ്സ്. അത് ഭയങ്കര വലിയ കാര്യമല്ലേ. ബൈ ദ വേ എൻ്റെ മാധവൻ മരിച്ചു. അയ്യോ, ആ ഓക്കെ. യെസ്. സോ ഞാൻ ചോദിച്ചോട്ടെ, ഐ ഡോണ്ട് വോണ്ട് ടു ആസ്ക് അബൌട്ട് ഇറ്റ്, ബട്ട് സ്റ്റിൽ അത് ഓവർകം ചെയ്ത് എങ്ങനെ ആക്ച്വലി? ഒരു മാസമായി എനിക്ക്. ലാസ്റ്റ് മന്ത് ജാനുവരി 8th. അപ്പം നമുക്ക് എനിക്ക് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല ദ ഫിയർ ഓഫ് ലൂസിങ് എ ലവ്ഡ് വൺ. സോ ദി റിയൽ ലവ്, അതായത് നമ്മുടെ ഏറ്റവും അടുത്ത അത് ഞാൻ അനുഭവിച്ചു. ഇതിനെക്കാട്ടും വലിയൊരു പെയിൻ എനിക്ക് ഉണ്ടാവില്ല ഇനി, അതെനിക്ക് ഉറപ്പാ. അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ് നഷ്ടപ്പെട്ടെ. ആൻഡ് എനിക്ക് ഓരോ ദിവസം കഴിയും തോറാണ് എനിക്ക് ദൈവമേ വാട്ട് വാസ് ഹീ ടു മീ എന്ന് എനിക്ക് കുറേയൊക്കെ മനസ്സിലാവും. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അതുണ്ടായിരുന്നു, അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കത് ഓരോ ദിവസം കൂടുന്തോറും ഞാൻ മാധവനെ ആലോചിക്കാത്ത സമയമില്ല എനിക്ക്. അത്രയ്ക്ക് ഞാൻ സൂപ്പർ പേഴ്സൺ. നത്തിങ് ടു സേ അബൌട്ട് ദാറ്റ് അല്ലേ. ആ ഒരു ഇമോഷൻ അതെനിക്കൊന്ന് അനുഭവിച്ചവർക്കെ അത് പറയാൻ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് ആർക്കും പിടികിട്ടില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട് ഈ പെറ്റ്. അതെ, മാധവൻ മരിച്ച ദിവസം എല്ലാവരും അലറിയ കരഞ്ഞേ. അതായത് വീട്ടിൽ കല്യാണമൊക്കെ അലറി കരഞ്ഞേ. ഞാനും കുറേ അലറി കരഞ്ഞു. എന്നാലേ അത് പോവുള്ളൂ. കരയണം, നമ്മൾ ശരിക്കും കരയണം. ശരിയാ. എത്ര ഏജ് ഉണ്ടായിരുന്നു? 3 ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി വാട്ട് ഹാപ്പൻഡ്? ആള് ഭയങ്കര സിക്കായിരുന്നു കുറച്ച് നാളായിട്ട്. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ല മരിക്കാനുള്ള ഒരു സിക്നസ് ആണെന്നോ ഒന്നും അങ്ങനെ വിചാരിക്കുന്നില്ല. ആളുടെ കാലിന്റെ സോക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ കാല് നടക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ പതുക്കെ സിക്കായി അങ്ങനെ കടക്കാൻ തുടങ്ങി. ഞങ്ങൾ വിചാരിക്കുന്നത് 2 ദിവസത്തിൽ ശരിയാവും, കാരണം ഡോക്ടറെയൊക്കെ കൊണ്ട് കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോ മരുന്നൊക്കെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തന്നു. എന്തായിരുന്നു പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണെന്ന് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കി കാലിനെ പ്രശ്നം ഉണ്ടായിരുന്നു. സോക്കറ്റിന്റെ പ്രശ്നമാന്നാ പറഞ്ഞേ. മറ്റേത് അൺനോൺ. എന്താണ് ഈ വയ്യായ എന്നുള്ളത്, ദാറ്റ്സ് അൺനോൺ. അത് കഴിഞ്ഞിട്ട് ഒരു ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് കൊളാപ്സ് ചെയ്തു. ആൾക്ക് നടക്കാൻ പറ്റാതെയായി. അതിന്റെ സൂചനയായിരുന്നു അപ്പോൾ ഇത്. അതെ, അത് നമ്മൾ റിയലി ഒന്ന് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ ചില അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നോ ഐ മീൻ ലീവ് ഇറ്റ്. ഓക്കെ, അത് ലീവ് ഇറ്റ്. പക്ഷേ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ഇമോഷനിൽ നമ്മൾ ഒന്ന് വിഷമിച്ചിരുന്നാൽ പോലും വെൻ ഹി കംസ് അല്ലെ ഷീ കംസ്. ഇല്ല, ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവസാനത്തെ ദിവസം ആൾക്ക് നടക്കാൻ പറ്റാതെ ഇപ്പോൾ എടുത്ത് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ ഡോക്ടറെ അടുത്ത് ആള് രാവിലെ തൊട്ട് യൂറിനേറ്റ് ഉണ്ടായിരുന്നില്ല. യൂറിനേറ്റ് ചെയ്യാതെ കിടക്കുമായിരുന്നു. അവസാനം എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ട് പോകുന്നുണ്ട് എന്ന് എനിക്ക് കട്ടിയപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയി. അവിടെ പോയി ആള് യൂറിനേറ്റ് ചെയ്തു, അങ്ങനെ മരിച്ചു. എൻ്റെ മുമ്പിൽ അങ്ങനെ മരിച്ചു. പക്ഷെ ഭയങ്കര പീസ്ഫുൾ ഡെത്ത്. യൂറിനേറ്റ് ചെയ്ത് അങ്ങനെ കടന്ന് മരിച്ചു ഹാപ്പിലി. അതായത് കാത്രീനെ ഫേസ് ചെയ്തിട്ടായിരിക്കും അല്ലേ? അത്രയ്ക്ക് അറ്റാച്ച്ഡും കൂടെ ആയതുകൊണ്ട് അല്ലേ. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ആ ഡോറ് തുറക്കുമ്പോൾ അല്ലെ താഴേന്നൊക്കെയാലും പട്ടിക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു ബഹളം ഉണ്ടല്ലോ, തിരിച്ച് കയറുമ്പോൾ ആൾക്കാർ പോലും അങ്ങനെ കാണിക്കത്തില്ല. സത്യമില്ലേ? ഐ ഹാവ് നെവർ സീൻ എനി ലൈക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ. നോ കമ്പാരിസൺ. അല്ല, ഞാൻ എന്താ പറയാൻ വന്നേച്ചാ അങ്ങനെയാണ് പീസ്ഫുൾ ഡെത്ത് എന്ന് പറഞ്ഞു. പീസ്ഫുൾ ഡെത്ത് ആയിരുന്നു. ഞാൻ എന്തോ പറയാൻ വന്നു. അതിന് മുമ്പ് എന്തെങ്കിലും പറയാൻ വന്നോ? എന്തോ മറന്നു ഞാൻ. അങ്ങനെ. സോ അപ്പോൾ ഞാൻ ചോദിച്ചേ, ഇനി അപ്പോൾ എന്തെങ്കിലും മൈൻഡിൽ പ്ലാൻ ഉണ്ടോ? ഇനി ഒരു ഇറ്റ് ഇസ് വെരി മച്ച് അത് പാടായിരിക്കും. ഇനിയും ഒരു പെറ്റിനെ വാങ്ങിക്കും, എന്തായാലും വാങ്ങിക്കും. പക്ഷെ അടുത്ത് പറ്റത്തില്ലല്ലോ. ഒരു ഭാഗ്യമാണ് ശരിക്കും പട്ടികളെ വാങ്ങിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. ശരിക്കും അവരുടെ ആ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണെന്നാണ് എനിക്ക് തോന്നണേ. ഭയങ്കര ബുദ്ധിയും ഭയങ്കര അവയർനെസ്സും. അവരും പോസിറ്റീവ് അല്ലേ? ചില ബ്രീഡ്സ് മാധവൻ പോസിറ്റീവ് ആയിരുന്നില്ല. കാരണം മാധവൻ അറിയാം ഞാൻ ആരുടെ അടുത്ത് ഇതായാലും എന്നെ തന്നെയാണ്. എനിക്ക് മാധവന് ഭയങ്കര ട്രസ്റ്റ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. മാധവൻ ഇപ്പോ എന്താ പറയാ, വേറെ ആരുടെങ്കിലും അടുത്ത് സംസാരിക്കാൻ പോയാലും എനിക്ക്
ഭയങ്കര ഒരു അതാണ് ഞാൻ പറയണേ, ഇതാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കണം ഓരോ ദിവസം കൂടുന്തോറും. ഓ മൈ ഗോഡ്, വാട്ട് വാസ് ഈ ടു മീ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഗായത്രി ശരിക്കും നമ്മൾ ഇപ്പോൾ ഒരു ഷൂട്ട് ഇല്ലാത്ത ടൈം അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട്സോ കൊള്ളാം ഒന്നും ഇല്ലാത്ത ടൈം, വെരി ഫ്രീ ഒരു ഡേ, ഓക്കെ, ഒന്നും ചെയ്യാനില്ല, പക്ഷെ അന്ന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് രാവിലെ എണീക്കുമ്പോൾ, റൈറ്റ് എന്ന് വെച്ചോ. അപ്പോൾ വാട്ട് യു ഡു? ഐ ഗോ ഫോർ എ മൂവി. ആണ് മസ്റ്റ്. അതെ, ശരി. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് രാംദാസ് രവികൃഷ്ണ. ഞാൻ ഇന്നലെ പോയി സിനിമയ്ക്ക്, പൈങ്കിളി കണ്ടു. ഓക്കെ, അതാണ് യൂഷ്വൽ യുവർ ഹാപ്പി തിങ് എന്ന് പറയുന്നത്. പിന്നെ ജിമ്മിൽ പോകും ഞാൻ. ജിമ്മും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. ഏർലി ഞാൻ 5 o'clock പോകും. അപ്പോൾ എപ്പോൾ എണീക്കും? 4 എവറി ഡേ. വെരി ഗുഡ്. എപ്പോൾ കിടക്കും? 10:30. 10:30 കിടക്കും. 11:30, 12:30, 1:30, 2:30, 4 എണീക്കുമോ? 4 So you get only 4.5 hours sleep. No, 10. അല്ല, 10:30 ആണല്ലോ. 10. 11, 12, 1, 2, 3, 4 6 hours കിട്ടും. 7 ആണെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങും. എന്നിട്ട് ആ ഉറക്കം കഴിഞ്ഞ പിന്നെന്താ പിന്നത്തെ ആ ഒരു ഡേ പറയുകയാണെന്നുണ്ടെങ്കിൽ? പിന്നെ ഞാൻ ഉണ്ടെങ്കിൽ വാടാനപ്പള്ളി ബീച്ചിലേക്ക് ഡ്രൈവ് പോകും. സോളോ. വാവ്. അവിടെ പോയിട്ട് അവിടെ ഒരു കടയുണ്ട്, അവിടുന്ന് ചായയും ലേസും കഴിക്കും. ചായയും ലേസും? ഓറഞ്ച് ലേസ് ആണോ? ഓറഞ്ച്. ഹോട്ട് ആൻഡ് സ്വീറ്റ്. മൈ ഫേവറേറ്റ്. ഒറ്റ ക്വസ്റ്റ്യൻ, ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന മൂവി പറഞ്ഞു, അതല്ലാതെ ഏറ്റവും കിക്ക് തരുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ കിക്ക് തരുന്ന, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ട്രാവലിംഗ് ആണ്. യെസ്, ഐ ലവ് ട്രാവലിംഗ്. ഓക്കെ, ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ? ഞാൻ ഈ അടുത്ത് പോണ്ടിച്ചേരി പോയിണ്ടായിരുന്നു. ഞാൻ 2 ദിവസത്തിൽ വരില്ല, ഞാനൊരു 8-10 മാക്സിമം, മിനിമം ഒരു 10 ദിവസം നിൽക്കും. അങ്ങനെ അവിടെ പോയിട്ട് ഒരു ഹോസ്റ്റലിൽ നിന്ന് രാവിലെ മൊത്തം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്ക് തന്നെ പോവാ. എന്തെങ്കിലും എൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ സ്കൂട്ടി എടുക്കും റെന്റിന്. എന്നിട്ട് വൈകുന്നേരം കറങ്ങാൻ പോകും. ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങാം തന്നെ. ഭയങ്കര ഇപ്പൊ ഹരായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് ആയിക്കോട്ടെ, നല്ലതാ. പക്ഷെ അപ്പൊ യു വിൽ മിസ് ദ വർക്ക്ഔട്ട് അല്ലേ? അതെ, അല്ല പക്ഷെ നമ്മൾ അത്രയും ദിവസം ചെയ്ത് വെച്ചിട്ടാ പോവാ. ഇടയ്ക്കൊരു മസിൽ മെമ്മറി, ഇത് റിക്കവറി ടൈം. അതന്നെ, റിക്കവറി ടൈം, മസിൽ റിക്കവറി. ഓക്കെ, അങ്ങനെ സോളോ ട്രിപ്പ് പോയതിലേ ഒരു എക്സ്പീരിയൻസ്, അതായത് 1 ഗുഡ് എക്സ്പീരിയൻസ്, ഒരു 1 ബാഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചേട്ടാ ഇങ്ങനെ ചോദിക്കും. ഗുഡ് വൺ, വെരി അടിപൊളി. മീറ്റിംഗ് ന്യൂ പീപ്പിൾ, അങ്ങനെ ന്യൂ പീപ്പിൾ, ഹാവിങ് ഫുഡ്, അതാണ് എനിക്ക് ഏറ്റവും ഹരം. പിന്നെ ഗോവയിൽ പോയപ്പോ ഞാൻ കലങ്കുട്ട ബീച്ചിലൊക്കെ പോയിട്ട് ഞാൻ തന്നെ പാർട്ടിക്ക് പോകും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് കലങ്കുട്ട ബീച്ചില് ഈ നല്ല സീസൺ ആണല്ലോ ഡിസംബറിൽ, അപ്പൊ അവിടെ പാർട്ടീസ് നടന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ ഞാൻ ഏതെങ്കിലും പബ്ലിക് കയറി ഞാൻ ഭയങ്കര ഡാൻസ് കളിക്കും തന്നെ. സ്റ്റാഗ് ഒക്കെ കെട്ടി യു പേ ആൻഡ് യു ഗെറ്റ് ഇൻസൈഡ്. ആൻഡ് ഐ ഡാൻസ്, കുറേ നേരം അവിടെ നിന്ന് ഡാൻസ് ചെയ്യും. വൈബ് മനസ്സിലാക്കി. ആൻഡ് എലോൺ ആണ്, ഫ്രീഡം ഉണ്ട്. അതെ. കുറെ ഫ്രണ്ട്സിനോട് പോയി കഴിഞ്ഞാൽ പലർക്കും പല മൈൻഡാ, പല സ്ഥലത്ത് പോകണം. തന്നെ ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ പൊളിക്കാം, റൈറ്റ്? കുറച്ചേരം ഇവിടെ ഡാൻസ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞാൽ അവിടുത്തെ പാട്ട് വെച്ചിട്ട് അവിടെ പോയി ഡാൻസ് ചെയ്യും. ഇപ്പോഴത്തെ ഈ ഒരു കൾച്ചറിലെ, അതായത് ഒരു പാർട്ടി കൾച്ചർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പം 90s കിഡ്സ് ഒക്കെ കഴിഞ്ഞ് 2000 കിഡ്സിൻ്റെ ഒരു കൾച്ചർ, അല്ല അവരുടെ ഒരു ലിവിങ് സ്റ്റൈല്, അല്ലെ അവർക്ക് കുറച്ചൊരു ഫ്രീഡം ഉണ്ട്, റൈറ്റ്? അതെ. പിന്നെ അപ്പം ആ ഒരു കൾച്ചറിനെ പറ്റി പറയുമ്പോൾ വോട്ട് ഡു യു ഫീൽ? കാരണം നമ്മൾ കാണുന്നതാണ്, നമുക്കറിയാവുന്ന, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഗോയിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചില ദിവസം കുശുമ്പ് തോന്നാറുണ്ട്. എന്താ അവരുടെ ഒരു ഇത് എന്നുള്ളത്. നല്ല കാര്യമല്ലേ? പക്ഷെ എനിക്ക് എന്താണ് ഒരു ഇത് തോന്നുന്നു കഴിഞ്ഞാൽ ഇവര് കുറച്ചുകൂടിയും അഡിക്റ്റഡ് ടു സോഷ്യൽ മീഡിയ ആണ്, കുറച്ചുകൂടി എക്സ്റ്റേണലി ഫോക്കസ്ഡ് ആണോ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, കുറച്ചുകൂടി നമുക്കത് പറയാൻ പറ്റില്ല, ഐ ഡോണ്ട് നോ. But what we think. What we think. Yeah. It can be wrong, it might be, maybe could be. But yeah. People's opinion matters to them എന്ന് എനിക്ക് തോന്നുന്നു. അത് വേണം. ഞാൻ പറയുന്നത് ഹൗ മെനി ലൈക്സ്, ഹൗ മെനി ഷെയർസ്, ഇതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നു. അത് മേ ബി അവരെ പേഴ്സണലി എഫക്ട് ചെയ്യാം, അവരുടെ ഹാർട്ട്. ഓക്കെ, അവരുടെ ഒരു ചാർജ് ആയിരിക്കാം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതെ, കറക്റ്റ്. നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു, അറ്റ് ദ സെയിം ടൈം
പാടത്ത് ക്രിക്കറ്റും ഉണ്ടായിരുന്നു. നേരത്തെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ Yes. രണ്ടും എൻജോയ് ചെയ്ത് വളർന്നവരെ 90s കിഡ്സ് എന്ന് പറയുന്ന ഒരു അതെ, അതെ. കാറ്റഗറി. ആ. എവറിഥിങ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ 90s കിഡ്സ് ഭയങ്കര എന്താ യങ് ആയിട്ട് തോന്നുന്നു എന്നൊക്കെ പറയും അല്ലേ? ഇപ്പോഴത്തെ പോപ്പുലർ കിഡ്സ് ആണ് 90s കിഡ്സ്. പിന്നെ ഇൻസ്റ്റയിലും എല്ലായിടത്തും വൈറൽ കണ്ടില്ലേ അതെ, അതെ. 90s കിഡ്സിന്റെ പാട്ടുകൾ അല്ലെ 90s കിഡ്സിന്റെ ഇതെന്നൊക്കെ പറഞ്ഞു. അല്ല പക്ഷെ ഇവർക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ഭയങ്കരമായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഓരോ എഡിറ്റിംഗ് ഒക്കെ കണ്ട് എന്ത് നന്നായിട്ടാ സത്യമാണത്. അത് പറയും നോക്കുമ്പോ ഈശ്വര ദൈവമേ. ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതെ അതെ ഇത് എങ്ങനെ പറ്റുന്നു എന്നുള്ളത്. കറക്റ്റ്. അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവർ ചെയ്യുകയും ചെയ്യും. എന്തൊക്കെ എഫക്ട്സ് ഇടുക. ഇത് ആപ്പ് ഏതൊക്കെ ഒരു ആപ്പ് ഉണ്ടെന്നൊക്കെ അവരുടെ. പിന്നെ കുറച്ചുകൂടെ ഫ്രീ ടൈം ഉണ്ടല്ലോ. ഇപ്പം ജോബിന് കയറാത്തവർ പഠിക്കുന്ന അവർക്കൊക്കെ കുറച്ചുകൂടെ ഫ്രീ ടൈം ഉള്ളപ്പോൾ, നമുക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമും പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ലൈക്ക് അല്ലെങ്കിൽ ഒരു 30+ അല്ലെങ്കിൽ ഒരു 33, 34 ഏജ് കാറ്റഗറി ഉള്ളവർക്ക് പഠിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമും പരിപാടിയൊന്നും അധികം ഇല്ല. അതെ അതെ അതെ. സോ വി ഹാഡ് ടൈം. കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ അതന്നെ. അത് കാര്യമായിട്ട് തോന്നില്ലേ? അത് പക്ഷെ എനിക്ക് ജെൻസിയിലേക്ക് ലിമിറ്റഡ് അല്ല എന്ന് എനിക്ക് തോന്നണേ. ഞാനിപ്പോ ഒരു സ്ഥലത്ത് പോകുമ്പോ തന്നെ 4 പേര് ഒരു എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ 4 പേരും ഫോണിലാ. പോയിന്റ് അല്ലേ? അത് ആക്ച്വലി അഫക്റ്റ് ചെയ്യുന്നില്ലേ ശരിക്കും? പല ഏജ് ഗ്രൂപ്പിൽ ഞാൻ ഇന്നലെ കണ്ടതാണ്. ഒരു 35 to 45 ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചി, പിന്നെ ഒരു 10th പഠിക്കുന്ന ഒരു കുട്ടി, ഒരു 25 years ആയിട്ടുള്ള ഒരു പയ്യൻ, വേറൊരാളും കൂടി ഇരുന്നിട്ട് 4 പേരും 4 ദിശയിലേക്ക് നോക്കി ഇരുന്ന് ചെയ്തോണ്ടിരിക്കുക. ഞാൻ അത്ര അടുത്തിരുന്നാലും അതെ തമ്മിൽ സംസാരിക്കുന്നില്ല. അതെ. ഈവൻ രാത്രി ഫുഡൊക്കെ കഴിക്കുമ്പോഴാണെങ്കിൽ പോലും ആ കൾച്ചറേ മാറുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലയിടത്തും. കഴിച്ചിട്ട് അല്ലേ ലൈക്ക് ഇങ്ങനെ നോക്കുന്നു, സ്ക്രോൾ. പണ്ടൊക്കെ ആണെങ്കിൽ കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്നാണ് ആക്ച്വലി. എങ്കിലും ഒരു വീട്ടിൽ നൈറ്റ് എല്ലാവരും അച്ഛനും അമ്മയും മക്കളൊക്കെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കറിയൊക്കെ എടുത്തു കൊടുത്ത്. ഫോണില്ല അവിടെ. ദാറ്റ്സ് ലൈക്ക് മോർ പീസ്ഫുൾ. കറണ്ട് കെട്ടിന്റെ സമയം 7 തൊട്ട് 7:30 വരെ. ആ സമയത്ത് കൂടുതൽ നമ്മൾ സംസാരിക്കുന്നു, മിന്നാമിനിങ്ങനെ പിടിക്കുന്നു. ഇതൊക്കെ ഒരു പിന്നെ ഇതൊക്കെ നമ്മുടെ ഭാഗ്യങ്ങളാണ് അല്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വി ലക്കി. പിന്നെ we are very very lucky. I am happy to be a 90s kids. Yeah, totally. തീർച്ചയായിട്ടും. Yeah. Come on. Yeah. Bang it. Yeah, bring it on. ശരിയാക്കി തരാം. Like you said, yo. Yo. അപ്പം do you have like, are you a person with a lot of dreams? ഈ ഡ്രീംസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ കുറേ ഡ്രീം ഉള്ളവരുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഐ ഡോണ്ട് ഹാവ് എനി ഡ്രീം. ഗോ വിത്ത് ദ ഫ്ലോ ആണ്. ഇന്ന് എന്താണോ അതാണ് എന്നുള്ളൊരു സംഭവമാണ്. സോ അബൌട്ട് യു പറയുകയാണെങ്കിൽ ഡു യു ഫിക്സ് ഈ ഡ്രീംസ് ഫിക്സ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടോ? ഇല്ല, ഞാനും ഈ പറയുന്ന ഗോ വിത്ത് ഫ്ലോ ആണ്. പക്ഷേ എനിക്ക് ഒരു ഭയങ്കര വലിയ ലെവലിൽ എത്തണം എന്നുണ്ട്. അത് ഓഫ് കോഴ്സ് അത് ഷുവറായിട്ട് എല്ലാവരുടെ ഒരു ഇതാണ്. ഐ വോണ്ട് ടു ലീഡ് എ വെരി ലക്ഷൂറിയസ് ലൈഫ്. നൈസ്, അതിലൊരു തെറ്റുമില്ല. അത് അടിപൊളിയല്ലേ? യെസ്, അതുണ്ട് എനിക്ക്. എന്തുകൊണ്ട് അത് അറിഞ്ഞൂടാ? ട്രാവൽ ചെയ്ത് ലോകം ഫുൾ ട്രാവൽ ചെയ്ത് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് ഭയങ്കര ഹൈഫൈ ആയിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ. ഫ്ലൈറ്റിൽ കയറി അവിടെ പോകുന്നു, ഫ്ലൈറ്റിൽ കയറി തിരിച്ചു വരുന്നു, അതെ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഗ്ലാസ്. ഞാൻ പറയാൻ വരുമായിരുന്നു, ദ ബിഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സ്റ്റൈലിഷ് ആയിട്ട് മുടിയൊക്കെ ഇട്ട് ക്രോപ്പ് ടോപ്സും ജീനും ദ സ്നീക്കേഴ്സും ഒക്കെ ഇട്ട് യോ മാൻ കം ഓൺ യാ ഫോളോ മീ ലൈക്ക് ദാറ്റ്. അല്ല, അത് ചുമ്മാ വളത്തിന് പറഞ്ഞതാ. ഫോളോ മീ. ഒരു ഫോളോ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, ഇനി പറയുന്നില്ലെന്നല്ലേ? ഇനി വേണ്ടെന്നൊക്കെ ആ ഒരു അങ്ങനെയുള്ള ഡ്രീംസേ ഉള്ളൂ. അതെ, അല്ലാതെ വളരെ ഒരു വാവ് തിങ്ങില് വിത്ത് ഓൾ ദ കോസി തിങ്സ്. എനിക്ക് നല്ല വലിയൊരു വീട് വെക്കണം, നല്ല കാസ് വാങ്ങിക്കണം ആണ്. അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലാണോ ഇപ്പം, അതോ മിഡിലാണോ? അതിന്റെ ഒരു ഏത് ലെവൽ? സ്റ്റാർട്ടിംഗ് പറയാൻ പറ്റുള്ളൂ ചേട്ടാ. ഐ എം ഓൺ ദ വേ. യെസ്, ഡെഫിനറ്റ്ലി ഓൺ ദ വേ. ഓൺ ദ വേ കയറി, വണ്ടി കയറി. ഇനി ഡൈവേർട്ട് ആവില്ല. ഓക്കെ, ഫൈൻ. ഡൈവേർട്ട് ചെയ്യുമ്പോഴല്ലേ, അതിനുള്ള പ്രായമായി തോന്നുന്നു അല്ലേ? സത്യം കളിച്ചടക്കാൻ പറ്റില്ല. എന്ന് സ്വയം ഒരു തോന്നലുള്ളപ്പോൾ അത് നല്ലതാണ് അല്ലേ? അതുകൊണ്ട് മനസ്സിലാക്കണം. വെറുതെ ഇനി സമയം ഉണ്ടെന്ന് പറഞ്ഞില്ല. കുഴപ്പമില്ല, 90s ഒക്കെ കിഡ്സ് ആണല്ലോ, പിന്നെ പ്രായം അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ചേട്ടാ. അല്ല, ഞാൻ പറയുന്നത് ഐ എം അറ്റ് മൈ ഏജ് വെർ ഐ മെച്യൂർഡ് അങ്ങനെ. പിന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഏജിൽ എത്ര ഏജ് ആണെങ്കിലും സ്റ്റിൽ ഇഫ് ദ മൈൻഡ് ഈസ് അറ്റ് 18 ഫൈൻ,
കമോൺ. അതെ അതെ, പക്ഷെ വേറെ ആരെങ്കിലും അത് പറയണ കേട്ടിട്ട് നമ്മളത് നമ്മള് അതിനൊപ്പം നിന്നിട്ട് കാര്യമില്ല. അല്ല അയ്യോ എന്ന് പറഞ്ഞ പേടിക്കരുത്. അത് ശരിക്കും നമുക്ക് മനസ്സിലാവണം ഏജ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളത്. അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇനി പ്രൊജക്ട്സ് പരിപാടികൾ എങ്ങനെയാണ്? ഇനി ഇറങ്ങാനുള്ളത് തയ്യൽ മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഇറങ്ങാണ്ട്, പിന്നെ ഒരു വെബ് സീരീസ് ചെയ്തു ഞാൻ, രാധാരഹസ്യം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് രണ്ടെണ്ണമാണ്. ഇത് രണ്ടുമാണ് സംഭവങ്ങൾ വരാനിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഞങ്ങളൊരു വലിയ ഓൾ ദ വെരി ബെസ്റ്റ് തരുന്നു. താങ്ക് യു. കുറേ കാര്യങ്ങൾ സംസാരിച്ചല്ലേ. അതെ, ദിസ് മൈ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എവർ. Oh. താങ്ക് യു സോ മച്ച്. How do you അത് feel? താങ്കളുടെ കൂടെ ആയത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷം. എനിക്കും കാരണം കുറേ ഇൻ്റർവ്യൂസ് അല്ലേ, ഫ്രം ദ 2017 ആ ടൈം തൊട്ട് വി വർ ലൈക്ക് ഡൂയിങ് ഇൻ്റർവ്യൂസ്, പ്രാങ്ക് കോള്, പ്രൊമോഷൻസ് എല്ലാം അല്ലേ. വർഷത്തിലൊന്ന് മസ്റ്റാ ഉണ്ടായിരിക്കും. അതെ അപ്പം ഇത് ഒരു ഡിഫറെന്റ് പരിപാടിയായിട്ട് തോന്നി. അതെ, എനിക്ക് ഭയങ്കര ഒരു ആ ഒരു ഇരുത്തവും ഒരു കോസി. ഞാനിങ്ങനെ നമ്മുടെ റീൽസിലൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് പക്ഷെ എന്താ രസം അതുപോലെ ഒന്ന് ഇരിക്കണം. പിന്നെ മൈക്കുണ്ടോ, അങ്ങനെ ഒരു കൺസേണും ഇല്ലല്ലോ. അതെ അതെ അതെ, എന്തും പറയാം, അങ്ങനെ ഒരു സംഭവം. പക്ഷെ എന്റെ ഇന്റർവ്യൂസ് ഏകദേശം ഇങ്ങനെ തന്നെയായിരുന്നു. ആ പിന്നെ ഒരു 1-on-1 ഇന്റർവ്യൂ പോലെ അല്ലല്ലോ. അതെ അതെ, കറക്റ്റ് കറക്റ്റ്. കാഷ്വലായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാൻ പറ്റാ അതെ അവസാനമാണല്ലോ. അതെ, കറക്റ്റ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു അടിച്ച് പൊളിക്കുക. സെയിം ടു യു. സെയിം, താങ്ക് യു. ഈ പറയുന്ന ഡ്രീംസ് എല്ലാം സെറ്റാക്കുക. ഇതേപോലെ തന്നെ ഒരു ചേഞ്ചും ഇല്ലാതെ ഇതേപോലെ തന്നെ ലൈഫ് മുന്നോട്ട് പോവുക. ഓ താങ്ക് യു.